Praise you, Jesus. Hallelujah. Wow. Thank you so much for joining. Thank you, brothers. Thank you, sisters. Thank you. Good morning. Sujit brother, thank you so much for joining. Gigi Chan, praise the Lord. Thank you. Okay. വളരെ പ്രാധാന്യ വിഷയം നമ്മളിന്ന് നമ്മുടെ ചിന്തയ്ക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു 7-8 എപ്പിസോഡുകളായിട്ട് നമ്മൾ വാട്ട് ദ ബൈബിൾ സേസ് അബൌട്ട് ഹെൽ എന്ന വിഷയം പഠിക്കുകയാണ്. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. സർവ്വവല്ലഭനായ ദൈവം ഇത് മനസ്സിലാക്കിക്കാൻ നമ്മുടെ ഹൃദയത്തെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-21 അധ്യായങ്ങളിൽ 2 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമ്മൾ വിശദീകരിക്കാനായി പോകുന്നത്. നമുക്കറിയാം ഈ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 21-ാം അധ്യായത്തിലും 3 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ പദം. നരകം എന്ന വിഷയത്തെ പഠിപ്പിക്കുന്ന ഏതൊരു വ്യക്തിയും ഏറ്റവും കൂടുതൽ റഫറൻസിനായിട്ട് എടുക്കുന്ന വേദഭാഗങ്ങളിലാണ് വെളിപ്പാട് പുസ്തകം 20. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങളാണ് നരക സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രബലമായ റഫറൻസ്. നമ്മളിന്ന് അതെന്താണെന്ന് പറയാൻ പോകും. അതിനാരംഭമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു വന്ന ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച ശേഷം മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നമുക്ക് അറിയാം, വെളിപ്പാട് പുസ്തകം ദൈവം തൻ്റെ ദാസനായ യോഹന്നാൻ അപ്പോസ്തോലൻ മുഖാന്തരം യെരൂശലേമിൻ്റെ മഹാനാശത്തെക്കുറിച്ച്, അവിടെ സംഭവിക്കുവാൻ പോകുന്ന അതിഭീകരമായ ന്യായവിധിയെക്കുറിച്ച്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാളിനെക്കുറിച്ച് ഉള്ള പ്രവചനത്തിൻ്റെ വിശദീകരണങ്ങളാണ് വെളിപ്പാട് പുസ്തകം 1 മുതലുള്ള വാക്യങ്ങൾ. കാരണം അതിൻ്റെ ഒടുവിൽ നമ്മൾ കാണുന്നത് പഴയ യെരൂശലേമിന് നീക്കം വന്നിട്ട് പുതിയ യെരൂശലേമിനെ പരിചയപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിന് നീക്കം വന്നിട്ട് പുതുനിയമത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. മൃഗത്തെ അവസാനിപ്പിച്ചിട്ട് കുഞ്ഞാടിനെ വെളിപ്പെടുത്തുകയാണ്. ഒരു വേശ്യയായിരിക്കുന്ന ഒരു സ്ത്രീയെ, അവളെ എന്നേക്കുമായിട്ട് നിഷ്കാസനം ചെയ്തിട്ട് യേശുക്രിസ്തുവിൻ്റെ പവിത്രയായ മണവാട്ടിയെ വെളിപ്പെടുത്തുകയാണ്. അപ്പം വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പഠനങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഭാര്യയാകുന്ന, യേശുവിൻ്റെ കാന്തയാകുന്ന പരിശുദ്ധ സഭയെ വെളിപ്പാട് പുസ്തകം പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ക്രിസ്തുവിലൂടെ മനുഷ്യരാശിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാൽവേഷൻ്റെ ആ നദിയെ, ആ സൗഖ്യമാക്കുന്ന നദിയെ പരിചയപ്പെടുത്തുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരുപാട് പഠനങ്ങളുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തൊക്കെയാണോ കർത്താവിന് ആഗ്രഹിച്ചിരുന്നത് അതെല്ലാം കർത്താവ് വീണ്ടും റെസ്റ്റോർ ചെയ്ത ചിത്രമാണ് വെളിപ്പാട് പുസ്തകം. അപ്പം വെളിപ്പാട് പുസ്തകം നമ്മൾ ഇനിയും സംഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നമ്മൾ അബദ്ധത്തിൽ പോകരുത്. കാരണം ആർക്കും ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് പോലും കൃത്യനിഷ്ഠതയോടെ സത്യസന്ധമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ പറ്റില്ല. ഇത് ഞാൻ ഉറപ്പിച്ച് പറയുക. കാരണം ഇതിനകത്ത് മുദ്ര എപ്പോൾ പൊട്ടും എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്തെങ്കിലും പൊട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൊട്ടിട്ടുണ്ടോയെന്ന് പറയും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏത് ഭാഗത്താണ് നമ്മളെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഫ്യൂച്ചറിൽ സംഭവിക്കുന്നു എന്ന് പറയുന്ന വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ. എന്നാൽ അതെല്ലാം ആർക്കും വിശദീകരിക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ കൺഫ്യൂഷനിൽ കിടക്കാൻ കാരണം വെളിപ്പാട് പുസ്തകം ഒരിക്കലും ഭാവിയിൽ സംഭവിക്കേണ്ട വിഷയമല്ല. വെളിപ്പാട് പുസ്തകം സംഭവിച്ച് കഴിഞ്ഞ കാര്യത്തിൻ്റെ വിവരണങ്ങളാണ് നമ്മൾ അതായത് അന്ന് ഇത് എഴുതുമ്പോൾ സംഭവിക്കാത്തതും പിൽക്കാലത്ത് സംഭവിച്ചതും ആയ കാര്യങ്ങളെയാണ്
വെളിപ്പാട് പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് നമ്മുടെ ഓർമ്മയിലിരിക്കണം. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് പുസ്തകം യെരൂശലേമിൻ്റെ വിനാശവും കവനന്റ് എസ്കറ്റോളജിക്കൽ പരിസമാപ്തിയും, ദൈവം താൻ ഉടമ്പടി ചെയ്ത ജനം നിയമലംഘനം നടത്തിയതിനാൽ തീർന്നിട്ടില്ല. അവിടുത്തെ പുത്രനെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞ യെരൂശലേമിനെ, ആ പട്ടണത്തെ നശിപ്പിക്കാനായി സൈന്യങ്ങളെ അയച്ചു എന്ന് പറയുന്ന ഉപമകൾ, അതായത് പുത്രന്റെ വിവാഹം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്യാണം ഇനി നടക്കാൻ പോവുകയാണെന്നുള്ള ധാരണയിൽ ഒത്തിരി പേര് ജീവിക്കണം. അല്ല, ക്രിസ്തുവിൻ്റെ, കാരണം വിവാഹം നടന്നു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. എന്താണ് വിവാഹം നടന്നു എന്നതിൻ്റെ തെളിവെന്താ? ക്രിസ്തുവിൻ്റെ സഭയുമായിട്ട് നമ്മുടെ ആളുകൾ പഠിപ്പിക്കാറുള്ളത്, സഭയെ നിശ്ചയം ചെയ്തിരിക്കുന്നു, കഴിഞ്ഞിട്ടുള്ളൂ, ഇനി കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. പക്ഷെ എൻ്റെ ഒരു കൊച്ചു ചോദ്യം, നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലയോ? ആ വാക്കിൻ്റെ അർത്ഥം എന്താ? ക്രിസ്തുവും നാമും ഏക ശരീരസ്ഥരായി മാറിയിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു സ്ത്രീക്കും പുരുഷനും വിവാഹത്തോളം എങ്ങനെ ഏക ശരീരസ്ഥരാകുവാൻ കഴിയും എന്നതിന് ആൻസർ പറയണം. കർത്താവിൻ്റെ സഭയ്ക്ക് മണവാട്ടി സഭയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, മധ്യാകാശത്തിൽ സംഭവിക്കും എന്ന് പറയുന്ന പ്രിയപ്പെട്ടവർ അറിയാനാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ സഭയും യേശുക്രിസ്തുവും ഏക ശരീരസ്ഥരാണെന്ന് വിശുദ്ധ ബൈബിളിൽ പലയിടങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഏക ശരീരസ്ഥരായിരിക്കുന്ന യേശുക്രിസ്തുവിനും അവൻ്റെ ശരീരമാകുന്ന സഭയും ഒന്നായിരിക്കുന്നെങ്കിൽ, കൺസ്യൂമേഷൻ സംഭവിച്ചെങ്കിൽ, ഇവർ തമ്മിൽ ഒന്നായി മാറിയെങ്കിൽ, പിന്നെ ആ വിവാഹം ഇനിയാണോ നടക്കേണ്ടത്, അതോ യേശുക്രിസ്തുവും സഭയും തമ്മിൽ ഡേറ്റിങ്ങിൽ ആണോ? ദർ ഇസ് നോ ഡേറ്റിംഗ് സിസ്റ്റം ഇൻ ഹെവൻ. അപ്പോൾ യേശുക്രിസ്തു സഭയും ശരീരം കൊണ്ട് ഒന്നായിരിക്കെ ഭാര്യ ഭർത്താക്കന്മാരായി മാറി എന്നാണ് കൃത്യമായ ബോധ്യം. വിവാഹ നിശ്ചയം സംഭവിച്ചിരിക്കുന്നു, ശരിയാ. പക്ഷേ AD 70 യെരൂശലേം എന്ന് പറയുന്ന മഹാവേശ്യയ്ക്ക് ന്യായവിധി കൽപ്പിച്ച് കർത്താവ് തൻ്റെ പാവനമായ സഭയെ വേളി കഴിച്ചു. ആ വേളി കഴിഞ്ഞതാണ്. ആ വേളിയിൽ അവൻ്റെ ഭാര്യയാണ് അവൻ്റെ വിശുദ്ധ സഭ, അവൻ്റെ സഭ. അവൻ ലോകത്തെ അവിടുത്തെ രാജ്യം സ്ഥാപിക്കാൻ, മഹാരാജാവ് അവിടുത്തെ പരിശുദ്ധ രാജ്ഞിയായ പരിശുദ്ധ സഭയെ കൊണ്ട് സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ 2000 വർഷമായിട്ട് ശ്രമിക്കുന്നു. അപ്പം കർത്താവിൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. നമ്മുടെ പറഞ്ഞ വെളിപ്പാട് പുസ്തകം ഫ്യൂച്ചറിൽ പഠിക്കുന്നവർക്ക് കാന്തയ്ക്ക് വേണ്ടി ഇനി കാത്തിരിക്കുകയാണ്, ഒരുങ്ങി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇനി എന്തിനാ യേശുക്രിസ്തുവിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി നമ്മളിങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തു അതിനുശേഷം ഇങ്ങനെ ഒരുങ്ങി? അല്ല, ബൈബിൾ എത്രയോ വാക്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തുവും നാമും ഏക ശരീരസ്ഥരാണ്. ഏക ശരീരസ്ഥർ എന്ന് പറഞ്ഞാൽ അത് വിവാഹവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഒരു ശരീരമായി മാറിയിരിക്കുക. ഒരു ചെറുക്കനും പെണ്ണും ഒരു ശരീരമാകുന്നത് വിവാഹത്തിൻ്റെ അന്നാണ്, വിവാഹം കഴിഞ്ഞ ശേഷമാണ്. നിശ്ചയത്തിന് ശേഷം അവർ ശരീരം കൊണ്ട് ഒന്നാകത്തില്ല. യേശുക്രിസ്തുവും സഭയും മനസ്സുകൊണ്ടല്ല ഒന്നായിരിക്കുന്നത്, ശരീരം കൊണ്ടാണ് ഒന്നായിരിക്കുന്നത് എന്ന് കൃത്യമായി വ്യക്തമായി ലേഖനങ്ങൾ ആദിയോടന്തം വളരെ വിസ്താരമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ മണവാട്ടി ഒരുക്കി, ഇതെല്ലാം യെരൂശലേം എന്ന് പറയുന്ന ആ വേശ്യയെ മാറ്റിയെങ്കിലേ കർത്താവ് തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കാനായി. നിലവിലൊരു സിസ്റ്റം അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് ദൈവം പ്രവേശിക്കുകയാണ്. ഏകദേശം 4000 വർഷം നീണ്ടുനിന്ന ഒരു വലിയ സംവിധാനത്തിന് അവസാനം വരുത്തിയിട്ട് കർത്താവ് ഒരു പുതിയ സംവിധാനം, അത് ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭ എന്ന ആ ലേബലിൽ, അങ്ങനൊരു റിലേഷൻഷിപ്പിൽ, തുലനം ചെയ്യാൻ കഴിയാത്ത, ആരുമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധം, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ലോകത്തിൽ ആ 2 വ്യക്തികൾക്ക് മാത്രമാണ്. മണവാളൻ, അതുകൊണ്ടാണ് കർത്താവിൻ്റെ മണവാട്ടി മണവാളൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം. മണവാട്ടി എന്ന ആ ടൈറ്റിലിൽ ഒരാൾ പോലും കണക്ഷനില്ല. മണവാളനും മണവാട്ടിയും എന്ന ആ പദപ്രയോഗങ്ങളിൽ, ആ ടൈറ്റിലിൽ
പ്രപഞ്ചത്തിലെ ഒരാൾക്കും ആ ടൈറ്റിലുമായിട്ട് ബന്ധമില്ല. മണവാളന് മണവാട്ടിയായിട്ട് മാത്രമാണ് ബന്ധം, മണവാട്ടിക്ക് മണവാളനുമായിട്ട് മാത്രമാണ് ബന്ധം. ഈ രണ്ട് ബന്ധങ്ങളാണ് ഇവിടുത്തെ പ്രധാന വിഷയം. സോ അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യ ബന്ധം, മറ്റാർക്കും തുലനം ചെയ്യാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ബന്ധത്തിൻ്റെ പദങ്ങളാണ് മണവാളൻ മണവാട്ടി എന്ന ബന്ധം. ആ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞതല്ല. വിവാഹ നിശ്ചയം പൗലോസ് എഴുതുന്ന കാലത്ത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. കാരണം എന്താ? നിലവിലുള്ള ആ ഡിവോഴ്സ് നടക്കണം. അതായത് ന്യായപ്രമാണത്തിൻ്റെ ഡിവോഴ്സ്, ന്യായപ്രമാണം എന്ന സംവിധാനം അവസാനിക്കണം. എങ്കിലേ ആ ആളിനെ വിധവയായിരിക്കുന്ന അതിനെ പുറത്തെടുക്കാൻ പറ്റും, ക്രിസ്തുവിന് മണവാട്ടിയായി മാറാൻ പറ്റും. നാം മറ്റൊരുത്തിന് ജീവനുള്ളവനായി തീരേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. സോ യെരുശലേമിൻ്റെ ആ സംവിധാനങ്ങൾ, ആ മുഴുവൻ സിസ്റ്റം അവസാനം തുടച്ചു മാറ്റി സഭയെ കർത്താവ് വേളി കഴിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മളറിയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ പുതുമയായിട്ട് തോന്നുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. വിശുദ്ധ ബൈബിൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്നോട് കയർത്തിട്ടോ തർക്കിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ തിരുവെഴുത്തുകൾ നിങ്ങൾ ശാന്തമായിട്ട് പഠിക്കുക. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് 20-ാം അധ്യായം 19 അങ്ങനെ സംഭവിച്ചു. 20-ൽ എന്താണ് തീരുന്നത്? സാത്താനെയും, നമുക്ക് ആ വാക്യങ്ങൾ ചിലത് ഒത്തിരി ഞാൻ വിശദീകരിക്കുന്നില്ല കേട്ടോ. വെളിപ്പാട് പുസ്തകത്തിലെ ആ ഭാഗങ്ങൾ വിശദീകരിച്ചു പോകാൻ ഒരുപാട് പദങ്ങളെല്ലാം വിശദീകരിക്കണം. 20-ാം അധ്യായത്തിൽ അഗാധത്തിന്റെ താക്കോൽ ഒരു വലിയ ചെങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്ന ഞാൻ കണ്ടു. ഒരു ദൂതൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടത്തേക്ക് ചെങ്ങലയിട്ടു. ഈ 1000 ആണ്ടത്തേക്ക് ചെങ്ങലയിട്ടു എന്നത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് അല്പം പിന്നൊരു ദിവസം അതിനുവേണ്ടി വിശദീകരിച്ചോളാം. കാരണം അവിടെ നിന്നാൽ എനിക്ക് ഇന്നത്തെ സബ്ജക്റ്റ് തീർക്കാൻ പറ്റില്ല. 1000 ആണ്ടത്തേക്ക് എന്നുള്ള അക്ഷരികമായിട്ട് 1000 ആണ്ടല്ല എന്നത് മാത്രം പറഞ്ഞിട്ട് ഞാൻ വിടുന്നു. കാരണം അത് ഒരു അലിഗോറിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1000 എന്നൊക്കെ പറയുന്നത് ബൈബിളിലെ യഹോവയ്ക്ക് 1000 പർവ്വതങ്ങളിൽ ആടുമാടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വേറെ 1001-ാമത്തെ മലയിലെ ആടുമാടുകൾ വേറെ 2.5 വകയാണെന്നല്ല. അത് ഒരു ഡ്യൂറേഷൻ എന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. അല്ലാതെ 1000 വർഷം എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന 365 ദിവസങ്ങൾ അടങ്ങുന്ന ഒരു വർഷം ആ നിലയിലല്ല. ഇത് ഞാൻ പിന്നെ വിശദീകരിച്ചോളാം. അങ്ങനെയല്ല, നമുക്ക് ഉഴപ്പി പോകേണ്ട ആവശ്യമില്ല. അതിന് കഴിയുമ്പോൾ ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തതിന് ശേഷം അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. അതൊക്കെ വിട്ടുക. ന്യായാസനങ്ങളെ കണ്ടു. നമുക്കറിയാം പുനരുത്ഥാനം, ഭാഗ്യവാന്മാരാണ്, അവർക്ക് 2ാം മരണത്തിന് അധികാരമില്ല എന്നൊക്കെ പറഞ്ഞതായിട്ട് 20-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഗോഗ് മഗോഗ് യുദ്ധത്തെക്കുറിച്ചാണത് കേട്ടോ. ആ ഗോഗ് മഗോഗ് യുദ്ധം അതും നമ്മൾ കൃത്യമായിട്ട് വിശദീകരിക്കുക. ഗോഗ് മഗോഗ് എന്നൊക്കെ പറഞ്ഞാൽ 1000 ആണ്ടിന് ശേഷം നടക്കേണ്ടതാണ്. ഗോഗ് എന്ന് പറഞ്ഞാൽ 1000 ആണ്ട്. ഗോഗ് എന്ന് പറയുന്നത് റഷ്യയാണെന്നാണ് നമ്മൾ പറയുന്നത്. മഗോഗ് എന്ന് പറഞ്ഞാൽ തുർക്കിയാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പം റഷ്യ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷവും റഷ്യ അവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പം നമ്മൾ അതൊക്കെ ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ അതൊന്ന് ആലോചിച്ചോണം. അതായത് യേശു ഭൂമിയിൽ 1000 വർഷം, ഭൂമിയെ 1000 വർഷം യേശു ഭരിക്കുമ്പോഴും റഷ്യയിലെ ആ സ്വേച്ഛാധിപതി ഭരണം, കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ തന്നെ ഉണ്ടാകും എന്ന് നമ്മൾ വിശ്വസിക്കണം. 1000 ആണ്ട് യേശു ക്രിസ്തു ഭൂമിയെ മൊത്തം അടക്കി ഭരിച്ചിട്ടും ഇവിടുത്തെ ജനാധിപത്യ സിസ്റ്റവും പാർട്ടിയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും റിപ്പബ്ലിക് പാർട്ടിയും ഒന്നും മാറാതെ ഗോഗും മഗോഗും ഒക്കെ തന്നെ അങ്ങനെ വേറെ ആളുകൾ ഭരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചോണം. അച്ഛന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചോണം. ഓക്കെ, അത് വിടുക. അതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകാത്തത്. നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വിശദീകരിക്കും. അതിനുശേഷം വരുന്ന അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധ നഗരത്തെയും വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. 1000 ആണ്ടുകൾക്ക് ശേഷമാണെന്ന് ഓർത്തോണം. 1000 ആണ്ടുകൾക്ക് ശേഷം പിന്നെയും യുദ്ധം ഉണ്ടാകുക. എവിടാ? 1000 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും യെരുശലേമിൽ യുദ്ധം ഉണ്ടാകുക. ഇവിടെയാണ് നമ്മൾ ചിന്തകളിലേക്ക് വരേണ്ടത്. ഓക്കെ, നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. ഈ 1000 ആണ്ടിലേക്ക് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. 1000 വർഷം. എന്നിട്ട് അടുത്ത് ശ്രദ്ധിക്കുന്ന നോക്കി, താഴോട്ട് വായിക്കുന്ന ഇങ്ങനെയാണ്: ആകാശം തീ ഇറക്കി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെയും മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഗന്ധക തീപ്പൊയ്ക, ഇവിടെയാണ് ആദ്യം ഗന്ധക തീപ്പൊയ്ക. അതിലേക്ക് ആരെ പിടിച്ചിട്ടിരിക്കുന്നതാണ്? സാത്താനും കള്ളപ്രവാചകനും മൃഗവും. ഈ കള്ളപ്രവാചകനും മൃഗവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഉള്ള വെളിപ്പാട് പുസ്തക പഠനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് സീലർസ് മൂവ്മെൻ്റ് ആണ്. എരിവുകാർ എന്ന് പറയുന്ന സീലർസ് മൂവ്മെൻറ്റിൻ്റെ അതിനെയാണ് സാത്താനെന്നോ അല്ലെങ്കിൽ യൂതൻ്റെ ആ
ഡൈവേർട്ടഡ് സിസ്റ്റത്തെയാണ് ബൈബിൾ സാത്താൻ എന്ന് പറയുന്നത്. അല്ലാതെ ഈ സാത്താൻ എന്ന് പറയുന്ന ഒരു ഭീകര ജീവി ഇല്ല എന്ന കാര്യം നിങ്ങൾ മറക്കുക. ഇതൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ വഴക്കുണ്ടാക്കുന്നതിന് പകരം ശ്രദ്ധിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാസ്റ്റർ എം എ വർഗീസിൻ്റെ ഒരു പ്രസംഗത്തിന് മറുപടിയുമായിട്ട് ഒരു ഹൈന്ദവൻ വന്നു. ഒരു കുറിയൊക്കെ തൊട്ട് പുള്ളിക്കാരൻ അവരെ ആക്ഷേപിച്ചതിന് മറുപടി പറയാൻ വന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ സാത്താൻ എന്നൊക്കെ പറഞ്ഞാൽ നീയൊക്കെ കണ്ടുപിടിച്ചാടാന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നു സാത്താൻ ഉണ്ടെന്ന്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു, ഇത്രയും വർഷമായിട്ട് ഞാൻ സാത്താനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇനിയും വന്നൊരു ഭീകര സത്വം ഉണ്ടെന്നും അങ്ങനെ എവിടെ കണ്ട് താമസിക്കാമെന്നൊക്കെയുള്ള അതൊന്നും വിശ്വസിക്കാനുള്ള ആവശ്യം നമുക്കില്ല. കാരണം സാത്താൻ എന്ന് ബൈബിൾ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും കൂടെ നമുക്ക് വേണ്ടതുണ്ട്. അപ്പം സാത്താനെയും കൂടെ, സാത്താൻ ഒരു അരൂപിയാണല്ലോ, സാത്താൻ അരൂപിയാണ്. അരൂപിയായ ഒരാൾ തീയും ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുമെന്ന്, പിശാചിനെ, മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന പിശാചിനെ. അപ്പോൾ പിശാച് എന്ന് പറഞ്ഞാൽ അഗ്നി, ഒരു അദർശ്യ രൂപിയാണ്. നമുക്ക് ആരെങ്കിലും പിശാചിനെ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റാത്ത ഒരാളെ സൾഫർ ഇട്ട് കത്തിക്കുന്ന തീയിലേക്ക് ഇട്ട് കത്തിക്കുമെന്ന്. അപ്പം അദർശ്യമായ ഒരാൾ സൾഫറിൽ കത്തുവും. അപ്പം സൾഫർ എന്നൊക്കെ പറഞ്ഞാൽ തീ കത്തിക്കുന്ന ബിറ്റുമിനാണ്. ആ സൾഫർ അത് നാച്ചുറലി കത്തുന്നതാണ്. അപ്പം നാച്ചുറൽ ഫയറിനെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക എന്ന് പറഞ്ഞേക്കുന്നത്. അലിഗോറി അല്ല, ഗന്ധകം. വെറും തീയായിരുന്നെങ്കിൽ നമുക്ക് സ്പിരിച്വൽ ഫയറാന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, ഗന്ധകം കത്തുന്ന, സൾഫർ കത്തുന്ന, ബിറ്റുമീൻ കത്തുന്ന ഒക്കെയുള്ള ആ ഒരു ഇതിലേക്ക് പിശാചിനെ പിടിച്ചിടുവന്ന. പിശാച് എന്ന് പറഞ്ഞാൽ അദർശ്യ ജീവിയെ കണ്ടിട്ടില്ല. ആരെങ്കിലും പിശാചിനെ കണ്ടവരുണ്ടെങ്കിൽ എനിക്ക് ദയവ് ചെയ്ത് ഇതിനകത്ത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ആണ്, ഞാൻ പിശാചിനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു രൂപം ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഒന്നും തെളിവിലെത്തി. ആകെ അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ക്രൈസ്തവ ശുശ്രൂഷകന്മാരാണ്. അവർക്കിത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. സാത്താൻ അവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് ഒക്കെ പറയും. അപ്പോൾ ഈ അദർശ്യ രൂപിയെ, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആളിനെ കത്തിക്കാൻ ഗന്ധകം കൊണ്ട് കത്തിക്കാൻ. അപ്പം നമ്മൾ ആലോചിക്കണം, ഗന്ധകത്തിൽ കത്തുവോ ഈ അദർശ്യ രൂപി? ഒരു ഏഞ്ചലിനെ കത്തിക്കാൻ ഈ നാച്ചുറൽ ഫയർ കത്തുവോ? അങ്ങനെയാണെങ്കിൽ ആ മുൾപ്പടർപ്പിൽ പണ്ട് യഹോവയുടെ ദൂതൻ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് നിലവിളിച്ചു എന്നല്ല, മോശയെ വിളിച്ചെന്നാണ്. ഇത് തീ കത്തുമ്പം ഒറിജിനലി ഇങ്ങനെ കത്തുമെങ്കിൽ ആ മുൾപ്പടർപ്പിനകത്ത് ഇങ്ങനെ നിൽക്കുന്ന ദൂതനെ തീ പിടിക്കണ്ടേ? അപ്പോൾ ദൂതൻ അവിടെ കിടന്ന് നിലവിളിച്ചു എന്നല്ല എഴുതേണ്ടത്. മോശയോട് നിലവിളിച്ചു, എന്നെ രക്ഷിക്കൂ എന്നല്ലല്ലോ പറഞ്ഞത്. മോശയെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളകാന്നാ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മുൾപ്പടർപ്പിന് കത്തിക്കാൻ പറ്റത്തില്ല ഒരു അദർശ്യ രൂപിയെ. അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന ഏതോ ഒരു ബാഹ്യാകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഏതോ ഒരു അദർശ്യ രൂപിയാണെങ്കിൽ അദ്ദേഹത്തെ കത്തിക്കാൻ എന്തിനാ ഗന്ധകത്തിപ്പോയുക? എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടണം. എൻ്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട് ഉറപ്പിക്കപ്പെടേണ്ട വിശ്വാസമാണ്. അല്ലാതെ ഞാൻ അന്ധവിശ്വാസത്തിലല്ല ജീവിക്കേണ്ടത്. എൻ്റെ യേശു, എൻ്റെ കർത്താവ്, അവിടുത്തെ തിരുവെഴുത്ത് എന്നെ കബളിപ്പിക്കാൻ എഴുതിയതല്ല. അതിന് സത്യസന്ധമായ ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ പിശാചിനെ തീ പൊയ്കയിലേക്ക് തള്ളിയിടുന്നതായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് താഴോട്ട് വായിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ പറഞ്ഞു, മരണത്തെയും തീർന്നിട്ടില്ല. ഇവിടെ വളരെ രസകരം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണവും വന്നു, പാതാളവും. ഇതൊക്കെ നമുക്ക് വിശദീകരിക്കണം. അങ്ങനെ അവിടെ മരണപാതാളത്തെ തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന കാണാൻ പറ്റും. പിന്നെ 8-ാമത്തെ വാക്യം നോക്കി, 21-ന്റെ 8 ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്ര. ഇത് 2-ാമത്തെ മരണം. അപ്പം ഇത് 2-ാമത്തെ മരണം. ഈ മരണം ഇതിനു മുമ്പ് പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളി. അപ്പം മരണവും പാതാളവും തീപ്പൊയ്കയിൽ കത്തും, ഗന്ധകത്തിൽ കത്തും. അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം മരണം തീപ്പൊയ്കയിൽ കത്തുന്ന ഒന്നാണോ? അപ്പം നിങ്ങൾ ചോദിക്കും, വചനത്തെ താണ്ട് ചോദ്യം വചനത്തെ ചോദ്യം ചെയ്യാനല്ല. എൻ്റെ വചനം, ഞാൻ വിശ്വസിക്കുന്ന വചനം, പ്രസംഗിക്കുന്ന വചനം വിശ്വാസയോഗ്യമാണെന്ന് ഞാൻ നെഞ്ചിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന തിരുവെഴുത്ത്. ഒരു മനുഷ്യർക്ക് മറുതലിച്ച് പറയാൻ കഴിയാത്ത ദൈവത്തിൻ്റെ തിരുവെഴുത്തിനെ ചോദ്യം ചെയ്യാൻ അധികാരം എനിക്കുണ്ട്. കാരണം എൻ്റെ ദൈവം എന്നെ അടിമയായിട്ടല്ല സൃഷ്ടിച്ചത്. എൻ്റെ ദൈവം എന്നെ പുത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. പുത്രന് നിശ്ചയമായിട്ടും
അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സിക്കാൻ അധികാരമുണ്ട്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്, സ്വർഗത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞ ആ നിയമസംഹിതയാണ്. അതിനെ ചോദ്യം ചെയ്യാനും അതിനെ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടാനുള്ള അധികാരം പുത്രന്, അടിമയ്ക്കില്ല. അടിമ കേട്ടിട്ട് വേണ്ട വഴി പൊക്കോണം. അപ്പോൾ ഇവിടെ 3 സ്ഥലങ്ങളിലും തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നിത്യനാശം. മനുഷ്യജാതി പാപം ചെയ്യാത്തവരെല്ലാം പോയി കത്തുന്ന സ്ഥലമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ നോക്കിയേ, 8-ാമത്തെ വാക്യത്തിൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, അവിടെ ആളുകൾ തീപ്പൊയ്കയിലേക്ക് പോകുന്നത് എന്തിൻ്റെ ബേസിലാണ്? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരെന്നുണ്ടോ? സ്നാനമേൽക്കാത്തവരെന്നുണ്ടോ? അവിടുത്തെ മാനദണ്ഡം എന്താണ്? അവിടുത്തെ മാനദണ്ഡം ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നവരെല്ലാവരും തീപ്പൊയ്കയിൽ പോയി. അപ്പം ഇത് ചെയ്യാത്തവരാരും തീപ്പൊയ്കയിലേക്ക് പോകുന്നില്ലെന്നല്ലേ? അപ്പം അവിടെ എന്തിൻ്റെ ബേസിലാണ് ആളുകളെ തീപ്പൊയ്കയിലേക്ക് ഇടുന്നത്? അവരുടെ പ്രവർത്തികളുടെ ബേസിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ നോക്കിയേ, സമുദ്രം 12-ാം വാക്യത്തിൽ അപാലവൃത്തം സിംഹാസനത്തിൽ നിൽക്കുന്നതിനെ കൊണ്ട് പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു, പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മനുഷ്യർക്ക് അവരുടെ പ്രവർത്തികൾക്കൊത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നെയുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തികൾക്ക് തക്കതായ വിധിയുണ്ടായി. അപ്പം ഇവിടെ കത്തുന്ന തീപ്പൊയ്ക എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിലേക്ക് പോകുന്നവര് യേശുവിനെ വിശ്വസിക്കാത്തവരെന്നല്ല, ഓരോരുത്തന് അവനവൻ്റെ പ്രവർത്തിക്ക് തക്കതായ പ്രതിഫലം. അപ്പം പ്രവർത്തികൾക്ക് ശുദ്ധീകരണം, പ്രവൃത്തി നിമിത്തമുള്ള ജഡ്ജിമെന്റ് നടക്കുന്ന സ്ഥലമാണ് പ്രവൃത്തി. അവരുടെ പ്രവൃത്തി കാരണം, അവരുടെ പ്രവൃത്തിക്കുള്ള ജഡ്ജിമെന്റാണ്. അതിനകത്ത് സുവിശേഷമുണ്ടോ? ഇല്ല. നീതീകരണത്തെക്കുറിച്ചുണ്ടോ? ഇല്ല. യേശുവിനെ വിശ്വസിച്ചതിനെക്കുറിച്ചുണ്ടോ? ഒന്നുമില്ല. സൽപ്രവൃത്തി, തിന്മയായ പ്രവൃത്തിയും നല്ല പ്രവൃത്തി. അപ്പം നല്ല പ്രവൃത്തി ചെയ്തവരാരും ഇതിനകത്ത് പോകുന്നില്ല. ചീത്ത പ്രവൃത്തികൾ ചെയ്തവരെല്ലാം ഇട്ട് കത്തിക്കുന്ന ഒരു തീപ്പൊയ്ക. അപ്പം ഇതിനകത്ത് സുവിശേഷത്തിന് ഒരു അർത്ഥവുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഗോസ്പലോ, യേശുവോ, കാൽവറിയോ, പരിശുദ്ധ രക്തമോ, ഫൊർഗീവ്നെസ്സോ, ദൈവത്തിങ്കിലെ നിരപ്പോ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ഒന്നുമില്ല. അതിൻ്റെ ഒന്നും ബേസിലല്ല. അപ്പം നമ്മുടെയൊക്കെ ഇന്നത്തെ ഭയങ്കര എക്സ്ട്രീം ടീച്ചിങ് നോക്കിയാൽ ആഭരണം ഇടുന്നവർ നരകത്തിൽ പോകുന്നവരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ബോധവും വെളിച്ചമൊക്കെ വന്നപ്പോൾ അത് പറയത്തില്ല. കാരണം പറഞ്ഞാൽ തിരിച്ച് 2 പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് വിഡികളൊക്കെ നിർത്തി. വെള്ള ഉടുപ്പിടാതെ പ്രസംഗിച്ചാൽ അവൻ നരകയോഗ്യൻ എന്ന് പറയുന്ന പാസ്റ്റർമാർ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പം നരകത്തിൽ പാപത്തൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കത്തോലിക്കർ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പം അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ കത്തോലിക്കർ, യാക്കോബക്കാർ, CSAക്കാർ, ലൂതർ മിഷൻകാർ, അങ്ങനെയുള്ളവർ എല്ലാവരും, ബാക്കിയുള്ളവരൊക്കെ ഒഴിച്ചു, പൂർണ്ണ സുവിശേഷക്കാരല്ല, ബാക്കി ഇവരെല്ലാവരും തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് പോയി. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അങ്ങനല്ല. ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ഇവിടെ ഒരു വിശ്വാസത്തിന് അർത്ഥമില്ല. ഇവിടെ സുവിശേഷത്തിന്റെ ബേസിലല്ല ഇവിടുത്തെ ജഡ്ജ്മെന്റ്. അല്ലെങ്കിൽ സുവിശേഷത്തെ ഒരു സൈഡിൽ നിർത്തിയിട്ടല്ല ഇവിടെ ആളുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നരകത്തിലേക്ക് അല്ലെങ്കിൽ തീപ്പൊയ്കയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇവിടെ മുഴുവൻ കൃത്യമായിട്ട് പോകുന്നത് പ്രവർത്തികൾ നിമിത്തമാണ്. ആ പ്രവർത്തികൾ നിമിത്തം ന്യായവിധി നടത്തിയത് എവിടെയാണ്? പ്രവർത്തികൾ നിമിത്തം ന്യായവിധി ദൈവകൃപയുടെയോ ദൈവരാജ്യത്തിൻ്റെയോ പുതുനിയമത്തിൻ്റെയോ സിസ്റ്റത്തിനകത്തില്ല. മറിച്ച് പ്രവൃത്തികൾ നിമിത്തം ആളുകളെ ന്യായം വിധിക്കുന്ന സംവിധാനം പഴയ നിയമത്തിലാണ് കാണുന്നത്. ഇത് ഓൾഡ് കവനന്റിന്റെ ന്യായവിധിയാണ്. അപ്പൊ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഈ തീപ്പൊയ്ക പ്രവർത്തികൾ നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ വചനത്തെ ട്വിസ്റ്റ് ചെയ്യുക, മറിച്ച് തിരിച്ചൊന്നും ചെയ്യില്ല. ഞാൻ പ്ലെയിൻ ആയിട്ട് വായിക്കുക. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്ക ന്യായവിധി ഉണ്ടായി. പ്രവർത്തിക്ക് തക്ക ന്യായവിധി. അപ്പൊ അവർ പ്രവർത്തിച്ചതിന് തക്കതായ ന്യായവിധിയാണ്. അപ്പൊ തെറ്റായ പ്രവൃത്തികൾ ചെയ്ത ക്ഷുദ്രക്കാര്, ഇവരെല്ലാത്തിനും പിടിച്ച് എവിടെ ഇട്ടു? തീയും ഗന്ധകവും ഉള്ള തീ പൊയ്കയിലേക്ക് തള്ളിയിട്ടു. അപ്പം അടുത്തിനി ചോദ്യം, ഇതിനകത്ത് ഇത് ന്യായപ്രമാണത്തിന്റെ ന്യായവിധിയാണ്. അപ്പൊ ന്യായപ്രമാണത്തിന്റെ അണ്ടറിൽ ജീവിച്ചിരുന്ന ആളുകളെ ന്യായം വിധിക്കുക. ഇതിനകത്ത് കൃപയുടെ ഇടപെടലില്ല, ഫോർഗീവ്നെസ്സിന്റെ ഇടപെടലില്ല. സുവിശേഷം മറുതലിച്ചെന്ന് പറഞ്ഞിട്ടില്ല.
സുവിശേഷം കേൾക്കാതിരുന്നു മറുതലിച്ചു പോയെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനകത്തൊന്നും അത് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് കൃത്യമായിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? അവരുടെ പ്രവൃത്തികൾ. അപ്പം നമ്മൾ ഈ തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ ഈ ഭാഗം, അതായത് വെളിപ്പാട് ദിവസം ഞാൻ പറഞ്ഞു ഫുള്ളായിട്ട് ആദ്യം മുതൽ 4-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് 19 വരെ കൃത്യമായിട്ട് യെരൂശലേമിൻ്റെ മഹാന്യായവിധി. ഇത് നിങ്ങൾ മനസ്സുണ്ടായി കേൾക്കുക. നിങ്ങളല്ലെങ്കിൽ ഇപ്പം ചിലർ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല, കാരണം ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കുക. അത് അങ്ങനെ വിശ്വസിച്ചോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ദൈവം, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ കണ്ണ് എന്തെങ്കിലും തുറക്കട്ടെ. കാരണം ഈ ഫ്യൂച്ചറിസ്റ്റിക്കിൽ വ്യാഖ്യാനിക്കുന്ന ആർക്കും എങ്ങും ഇതെത്താൻ പറ്റത്തില്ല. ഇതൊരിക്കലും അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത നിലയിലുള്ളതാണ്. AD 70 വരെ വളരെ പെട്ടെന്ന് ഓക്കെ. ഇനി ഇവിടെ പ്രവൃത്തികൾ നിമിത്തം ഉള്ള ന്യായവിധി. ഇനി ഇവിടെ നോക്കിക്കുകയാണെങ്കിൽ തീപ്പൊയ്ക എന്നൊരു പദമുണ്ട്. തീപ്പൊയ്ക, ലേക്ക് ഓഫ് ഫയർ. ഈ ലേക്ക് ഓഫ് ഫയർ എന്താണെന്ന് നമ്മൾ പഠിക്കണം. ഇത് എവിടെയാണ്? ഇതൊരു ജിയോഗ്രഫിക്കൽ പ്ലേസ് തന്നെയാണ്. ഇത് ഒരിക്കലും ഇതേതോ ചില ആൾ പറഞ്ഞ് ഇത് സൂര്യൻ്റെ അകത്താണെന്ന് പറയുന്നവരുണ്ട്, വേദശാസ്ത്രജ്ഞന്മാരുടെ. സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള മധ്യാകാശത്തെ ഏതോ ഒരു സ്പേസ് ഇങ്ങനെ ലാവ കത്തി തിളയ്ക്കുന്നുണ്ട്, അതിനകത്തേക്കാണ് നരകം എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. വേറെ ചില ആളുകൾ ഇത് അഗാധത്തിൽ എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയുടെ അകത്ത്, ഭൂമിയുടെ ഏറ്റവും അടിയിൽ ഇത് കത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ വലിയ പ്രസിദ്ധരായ പ്രാസംഗികന്മാരൊക്കെ റഷ്യയിൽ ആരാണ്ടും കണ്ട് ഭൂമി ഇങ്ങനെ കുഴിച്ചു പോയപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം, നിലവിളി കേട്ടം ഭൂമിക്കടിയിൽ നിന്ന്. അവിടെ 10-20 കിലോമീറ്റർ മാക്സിമം. അതിനുശേഷം അവർക്ക് അവരുടെ മെഷീൻസ് ഒന്നും അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഭയാനകമായ നിലവിളി കേട്ടു. ശാസ്ത്രജ്ഞന്മാരൊക്കെ ഞെട്ടിപ്പോൾ അങ്ങനെ ഭൂമിയുടെ അടിയിലാണ്, അതായത് ഭൂമിയുടെ കോറ് ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ടെന്ന് നമുക്കറിയാം. ഏറ്റവും അടിയിൽ, അത് ഇല്ല, നമ്മുടെ യോബിൻ്റെ പുസ്തകത്തിലൊക്കെ അത് പറയുന്നുണ്ട്. ഭൂമിയുടെ ഏറ്റവും അടിത്തട്ട് തിളച്ചു മറിയുകയാണ്. അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ ഓരോ ലെയർ അനുസരിച്ചാണ് നമുക്ക് താമസിക്കാൻ പറ്റുന്ന നിലയിൽ ഇപ്പം ഭൂമി ഏറ്റവും ഉള്ളിൽ ഇത് കത്തുക. അപ്പം ഭൂമിയുടെ ഉള്ളറയിലാണ് നരകമെന്ന് പഠിപ്പിക്കുന്ന ആളുകളുമുണ്ട്. ഈ ലേക്ക് ഓഫ് ഫയർ എന്ന് പറയുന്ന തടാകം, അങ്ങനെ പൊയ്ക എന്ന, ഓഷൻ എന്നല്ല പറഞ്ഞത്, പൊയ്ക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചെറുതാണെന്ന് അർത്ഥം. ഒത്തിരി ശാന്ത സമുദ്രം എന്നല്ല പറഞ്ഞേക്കുന്നത്, പസഫിക് സമുദ്രം എന്നല്ല പറഞ്ഞത്. അപ്പം ഭൂലോകത്തിലെ മുഴുവൻ ആളുകളെയും ഇടേണ്ട ലേക്ക് ഓഫ് ഫയർ. അപ്പം ഈ ഫയറിനകത്ത് ആളുകൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ദൈവം സ്നേഹമാണ്, കരുണയാണ് എന്നൊക്കെ പ്രസംഗിച്ചിട്ട് ഒടുവിൽ നമ്മൾ എത്തിക്കുന്ന അവസ്ഥയാണിത്. നമ്മൾ ദൈവം തല്ലിപ്പൊളിയാണ്, നിന്നെ കീറും എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ ആ സുവിശേഷം ആരംഭിക്കുന്നത്. ദൈവം നിന്നെ വെച്ചേക്കത്തില്ല, വേണേ മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടോണം, അല്ല നിന്നെ വെച്ച് കീറും. പുള്ളിക്ക് ഇല്ല ഇടത്തും വലതും നോക്കുന്ന ആളല്ല. പുള്ളി സ്നേഹമെങ്കിൽ സ്നേഹമാണ്, കലിപ്പെങ്കിൽ കലിപ്പാണ്. ഈ നിലയിലായിരുന്നു സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ നരകം ഗുഡാണ്. പക്ഷെ അങ്ങനല്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം ഏൽപ്പിച്ചു തന്ന ദൈവം, സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവം, തൻ്റെ ജീവനെ കൊടുത്ത് നമ്മെ സ്നേഹിച്ച ദൈവം, കൂട്ടുകാരിൽ നമ്മുടെ ദൈവത്തിൻ്റെ അത്രയും സ്നേഹിക്കുന്ന ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് പ്രസംഗിച്ചിട്ട് ഒടുവി കൊണ്ട് എത്തിക്കുന്നറിയാം അഗ്നി നരകം, ലേക്ക് ഓഫ് ഫയർ. അപ്പം ലേക്ക് ഓഫ് ഫയർ എന്താണെന്ന് പഠിക്കണം നമ്മൾ. വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയാം. ഇനി ഈ ലേക്ക് ഓഫ് ഫയർ എന്ന് പഠിക്കാൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഇത് ഏത് സ്ഥലത്തെക്കുറിച്ച്, എന്താ ഇതിൻ്റെ പ്രതീകം. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകം പ്രതീകങ്ങളുടെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം എപ്പോഴും അലിഗോറിക്കലി വ്യാഖ്യാനിക്കുന്ന പുസ്തകങ്ങൾ. അലിഗോറിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ഒരു കാര്യം എടുത്തിട്ട് അതിൻ്റെ വിശേഷണമാണത്. അലിഗോറിക്കലി ആയിട്ടാണ് സംസാരിക്കുന്നത്, ഒരിക്കലും ഡയറക്റ്റായിട്ട് ടോക്ക് ചെയ്യുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ ഈ യെരൂശലേമിനെ, പ്രിയ നഗരം എന്നൊക്കെ പറയുന്ന യെരൂശലേമിനെ നമ്മുടെ ബൈബിൾ വിളിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 11-ാം അധ്യായം, നിങ്ങൾ ശ്രദ്ധിക്കണം, 11-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന് 8-ാം വാക്യം വെളിപ്പാട് പുസ്തകം തന്നെയാണ്. അവിടെ ഇങ്ങനെ പറഞ്ഞു, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. നിങ്ങൾ യെരൂശലേമിനെ കൊണ്ട് സത്യം ചെയ്തത് മഹാരാജാവിൻ്റെ നഗരമാണ്,
യെരൂശലേം ദൈവത്തിൻ്റെ പ്രിയ നഗരമെന്നും പ്രിയ പട്ടണമെന്നും വിശുദ്ധ നഗരമെന്നും പല ഒരു തിരുവെഴുത്തുകൾ നമുക്ക് അറിവുകൾ തരുന്നുണ്ട്. അങ്ങനെ അറിവുകൾ വിശുദ്ധ നഗരമെന്നും സ്വർഗീയ സ്ഥലമെന്നും യഹോവയുടെ വാസസ്ഥലമെന്നും ഒക്കെ പറയുന്ന വാസസ്ഥലമെന്നൊക്കെ പറയുന്ന ഈ സ്ഥലത്തെ, ആ യെരൂശലേമിനെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ അവതരിച്ച ഭൂമി, മഹാദൈവം വന്ന് വാണിരുന്ന യെരൂശലേം, ആ യെരൂശലേമിനെ ബൈബിൾ വിളിക്കുന്ന പേര് സോദോം. സോദോം. നമ്മൾ ഇന്നും ഇവൻ സോദോമിൻ എന്ന് പറഞ്ഞാൽ അവൻ ഇതോ വലിയ പാപം ചെയ്യുന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. സോദോം എന്നാണ് ആരെ വിളിക്കുന്നത്? യെരൂശലേമിനെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അലിഗോറിക്കലിയാണ് സംസാരിക്കുന്നത്. ജെറുശലേമിനെ എന്ത് വിളിക്കുന്നു? സോദോം എന്ന് വിളിക്കുന്നു. നമ്മൾ അതുപോലെ തന്നെ ഗലാത്യ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ നോക്കിയേ, അവിടെ പുത്തൻ യെരൂശലേമിനെ കുറിച്ച്, സ്വർഗ പുത്തൻ യെരൂശലേം അവളാകുന്നു നമ്മുടെ അമ്മ. താഴെയുള്ള യെരൂശലേമോ അടിമകളെ പ്രസവിക്കുന്നു. ഹാഗർ മരുഭൂമി, അറബി ദേശത്തെ കുറിക്കുന്നു. അപ്പം അന്ന് നിലവിൽ നിന്നിരുന്ന യെരൂശലേമിനെ അറബി നാടിനോടും ഹാഗറിനോടും അടിമകളോടും ഉപമിക്കുന്നു പൗലോസ്. യോഹന്നാൻ അപ്പോസ്തലൻ വന്നപ്പോൾ എന്തുവാ? ഒരുപാട് അപ്പുറത്ത് പോയി. അദ്ദേഹം പറയുകയാണ് യെരൂശലേം എന്ന് പറയുന്നത് സോദോം ഗോമോറയ്ക്ക് തുല്യമാണ്. നമ്മുടെ കർത്താവ് താമസിച്ചിരുന്ന മനോഹരമായ പട്ടണത്തിന് കർത്താവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്ന അപ്പോസ്തലൻ ഇട്ട പേര് സോദോം. അപ്പം സോദോമിന് ഒരു സാദൃശ്യമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. ഇനി നിങ്ങൾ നോക്കണം, ഇതേ വിഷയത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ വചനത്തിലെല്ലാം പഴയ നിയമത്തിലൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ദൈവ ന്യായവിധിയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലിതോ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പദം യൂദയുടെ ലേഖനത്തിലാണ്. യൂദയുടെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 6-ാം വാക്യത്തിൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമായുള്ള ചെങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴെ സൂക്ഷിച്ചിരിക്കുന്നു. വിടുക. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ, നിങ്ങൾ ജഡം മോഹിച്ച് നടന്ന നിത്യാഗ്നിയുടെ, നോട്ട് ദ പോയിന്റ്, നിത്യ അഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നിത്യാഗ്നി. അവിടെ നമ്മൾ ഈ വെളിപ്പാട് ദിവസം 20-21 വായിക്കുമ്പോൾ അവിടെ നിത്യമായ ദണ്ഡനം, രാവും പകലും എന്നേക്കും ദണ്ഡനം എന്നൊക്കെ ഉണ്ട്. നിത്യം ഈ ബൈബിളിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ നിത്യത, നിത്യം. നിങ്ങൾക്കറിയാമോ, ഈ യാഗം ദൈവം പെസഹായെ കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും തലമുറയായി എന്നേക്കുമായിട്ടുള്ള പ്രമാണമാകണം. വായിച്ചിട്ടുണ്ടോ പഴയ നിയമത്തിൽ? സർക്കംസിഷൻ പറയുമ്പോൾ പറഞ്ഞു, ഇത് തലമുറയായി എന്നേക്കുമായിട്ടുള്ള, ഫോർ എവർ. ദിസ് ഈസ് എ ഡോക്ട്രിൻ ഫോർ എവർ ആൻഡ് എവർ. അതിന്റെ അർത്ഥം എന്താ? എവർ ആൻഡ് എവർ, എന്നേക്കും എന്നതിന്റെ അർത്ഥം നിത്യമെന്നല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ പ്രമാണത്തിന് ഇന്നും വാലിഡിറ്റി ഉണ്ടോ? ഇവിടെ ക്രൂശ് വന്നപ്പോൾ ഇതെല്ലാം തീർന്നില്ല. അപ്പൊ എന്നേക്കും എന്നതിൻ്റെ അർത്ഥം കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത് വരെന്നേ ഉള്ളൂ അർത്ഥം. നിങ്ങളിത് മനസ്സിലാക്കണം. എന്നേക്കും എന്നതിൻ്റെ അർത്ഥം കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നവരേ ഉള്ളൂ. നിങ്ങൾ പഴയ നിയമത്തിൻ്റെ സ്ക്രിപ്ചേഴ്സ് എടുത്ത് പഠിക്കുക. എല്ലാത്തിനും ഞാൻ വിശദീകരണം ആവശ്യമില്ലാത്ത പോകുന്നില്ല. ഇത് ചിലർക്ക് ധാരണ വരും. നിത്യമാഗ്നി. അടുത്ത ചോദ്യം, യൂദ ഇത് എഴുതുമ്പോൾ സോദോം ഗോമോറയിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണോ? സോദോം ഗോമോറയിലെ തീ കെട്ടിട്ട് പുക വരുന്നത് നമ്മുടെ അബ്രഹാം പിറ്റേ ദിവസം കണ്ടു. അപ്പം കത്തിക്കഴിഞ്ഞു. പക്ഷെ യൂദ എഴുതി പറഞ്ഞു നിത്യാഗ്നി, എറ്റേണൽ ഫയറിൽ കിടക്കുന്നു. അപ്പൊ എറ്റേണൽ ഫയറിൽ സോദോം ഗോമോറ നിത്യമായ അഗ്നിയിൽ കത്തി 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 അവിടെ തടാകത്തിൽ കിടക്കുക. ആമേൻ. ശ്രദ്ധിക്കുക. അപ്പം ബൈബിളിലെ ചില പദപ്രയോഗങ്ങളെ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിച്ച് നമ്മൾ നിത്യനരകം, നിത്യമായ യുഗങ്ങൾ, ഇതൊക്കെ നമ്മളൊരു കൂസലില്ലാതെയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്തും പറഞ്ഞു, പക്ഷെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത്
സ്നേഹനിധിയായ ഒരപ്പൻ ഉണ്ടെന്നത് മറക്കരുത്. കരുണാമയനായ, സ്നേഹിക്കുന്ന ഒരു പിതാവ്, പുത്രനെ നൽകി ലോകത്തെ സ്നേഹിച്ച ഒരു കരുണാമയനായ, സാഗരസമമായ സ്നേഹത്തിൻ്റെ ഉടമയായ, കാരുണ്യവാനായ ഒരു ദൈവം നിന്റെ പ്രസംഗത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് നീ മറന്നു പോകരുത്. ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വേണം നീ നിത്യനരകം പ്രസംഗിക്കാൻ. ഇവിടെ വാക്യം നോക്കിയ നിത്യാഗ്നിയുടെ ദണ്ഡനം അനുഭവിച്ച് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നമ്മൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ബൈബിളിൽ യെശയ്യാവിൻ്റെ പ്രവചനം, ജെറമ്യാവിൻ്റെ പ്രവചനം, യെസേക്കിയേലിൻ്റെ പ്രവചനം, മറ്റ് ധാരാളം പ്രവചന പുസ്തകങ്ങളിൽ ദൈവം ഏറ്റവും കൂടുതൽ ന്യായവിധിയെ ഫോക്കസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവ് പരാമർശിച്ച സംഭവമാണ് സോദോം ഗോമോറയുടെ ന്യായവിധി. നമ്മുടെ കർത്താവ് പോലും പറഞ്ഞു, കപർന്നഹൂമേ, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ, സോറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ എന്നേ രട്ടിലും വെണ്ണിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. അപ്പൊ ഭയാനകമായ ന്യായവിധി, ഭീകരമായ ന്യായവിധി എപ്പോഴൊക്കെ മനുഷ്യർക്ക് സംഭവിക്കാൻ പോകുന്നു അപ്പോഴൊക്കെ മുൻകൂട്ടി ദൈവം പറയുമ്പോൾ അവിടെയെല്ലാം ദൈവം കൊണ്ടുവന്നത് സീദോനെയും സോറിനെയും സോദോം ഗോമോറയുമാണ്. അപ്പൊ സോദോം ഗോമോറ എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തമായിട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് യെരൂശലേമിന്റെ വിനാശത്തെ പ്രവചിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവം എന്ത് ചെയ്യുക? ദൈവം അതേ പേര് വീണ്ടും എവിടെ കൊണ്ടുവരുന്നു? നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് സ്ഥലം ആത്മീകമായി മിസ്രീമെന്നും സോദോമെന്നും അറിയപ്പെടുന്ന പട്ടണം, മഹാനഗരം യെരൂശലേമിനെ ദൈവം പേരിട്ട് വിളിക്കുന്നതുവാ സോദോം. അപ്പൊ സോദോമിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതാണ് യെരൂശലേമിന് സംഭവിക്കാൻ പോകുന്നതെന്നാ. മനസ്സിലാവുന്നുണ്ടോ? സോദോമിൽ വന്നതുപോലെയുള്ള. അതുകൊണ്ടാണ് പറഞ്ഞത്, കപർന്നഹൂമേ, ബത്സയിദയെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ. നീ സ്വർഗത്തോളം, നീ പാതാളത്തോളം താന്നു പോകും. അതിന്റെ അർത്ഥം എന്താ? ന്യായവിധിയാ ആ പട്ടണത്തിന് വരാൻ പോകുന്ന ന്യായവിധി. സോദോമിയറിൽ നീ നടന്ന വീര്യപ്രവൃത്തി നടന്നിരുന്ന അവരെ എന്നേ രട്ടിലും വെണ്ണിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. ഇപ്പൊ ഇവിടെ സോദോമിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ യെരൂശലേമിന്റെ സ്വഭാവവും സോദോമിന്റെ സ്വഭാവവും എങ്ങനെയാണെന്ന് ഇനി പഠിക്കേണ്ടത്. കാരണം സോദോമിന് എന്ത് സംഭവിച്ചു? ഈ സോദോം ഗോമോറ ഇരുന്ന സ്ഥലമാണ് നമ്മൾ പറയുന്നത് ഈ ലേക്ക് ഓഫ് ഫയർ. ഞാൻ അതിലേക്ക് വരാം. ലേക്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ തീപ്പൊയ്ക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സോദോം ഗോമോറ ഇരുന്ന സ്ഥലത്താണ്. അതായിരുന്നു തീ കത്തുന്ന പൊയ്ക. അതിനെയാണ് സംഭവിക്കുന്നത്. കാരണം ഇത് യെരൂശലേമിനെ സോദോമുമായിട്ട് കണക്ട് ചെയ്യുക. സോദോമുമായിട്ട് കണക്ട് ചെയ്തിട്ട് സോദോമിന് എന്ത് സംഭവിച്ചോ അത് തന്നെ എന്തിനു സംഭവിക്കാൻ പോകുന്നെന്നായി പറഞ്ഞു വരുന്നത്? യെരൂശലേമിന് സംഭവിക്കാം. അതുകൊണ്ടാണ് ബത്സേദയെ നിനക്ക് സംഭവിച്ചത് സോദരിലും സീദോനിലും സഹിക്കാവതാകും എന്ന് പറഞ്ഞാൽ അവർക്ക് നടന്നതിനേക്കാൾ കൂടുതൽ ഭയാനകമായ പീഡനമാണ്, കഷ്ടതയാണ് ബത്സേദയെ നിനക്ക് സംഭവിക്കാനായിട്ട് പോകുന്നത്. തിരുവെഴുത്തുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി കുറച്ച് നേരത്തേക്ക് സോദോമിലേക്ക് ഒന്ന് പോകാം. സോദോമിനെ കുറിച്ച് നമുക്ക് ഒത്തിരി വിവരണങ്ങൾ ബൈബിളിലില്ല. പക്ഷേ ബൈബിളിനെ സപ്പോർട്ട് ചെയ്യുന്ന റെഫറൻസ് ഗ്രന്ഥങ്ങളിൽ മറ്റ് ഇതര ബൈബിളിൻ്റെ ഹിസ്റ്റോറിക്കൽ ഗ്രന്ഥങ്ങളിൽ, ലെജൻഡുകളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നിങ്ങൾ കേൾക്കണേ, പോകരുത് ആരും, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ സോദോം ഗോമോറയുടെ കുറേ അവരുടെ തിന്മകളുണ്ട്. കർത്താവ് പറയുന്നുണ്ട് അവരുടെ പാപം ഇന്നതാണോ, അവരുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിക്കുക, അത് ശരിയാണോ എന്നറിയാൻ ഞാൻ ഇറങ്ങി ചെല്ലട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് മത്തായിയുടെ ഇവിടെ ഏതാ, ജെനസിസ് ചാപ്റ്റർ എവിടെയത്, 19-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഞാൻ ഇറങ്ങിച്ചെല്ല 18-21 പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങിച്ചെന്ന് നോക്കട്ടെ. എനിക്കറിയാം ഇതിനകത്ത് ഞാൻ ഒന്നുകൊണ്ട് വായിക്കാം. അതായത് when a bricklayer, അതായത് when had set out a row of bricks, the inhabitants of the Sodom would come and each of them help himself to a brick. ഒരു ഇഷ്ടിക ഉണ്ടാക്കുന്ന ആളിങ്ങനെ ഇഷ്ടിക നിരത്തി വെക്കുമ്പോൾ സോദോമിലെ ആളുകളെല്ലാം കൂടെ വന്നിട്ട് ഓരോന്നങ്ങ് എടുക്കും. 1000 പേര് വന്നിട്ട് 1000 പേര് ഓരോന്ന് എടുത്തിട്ട് പറയും, ഞങ്ങളെ കുറ്റം പറയണ്ട, ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ.
അവിടുത്തെ നീതിയാണ്. ഞാൻ ഒരെണ്ണേ ശരിയാ, ഒരാൾ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, പക്ഷേ എടുത്തത് 1000 പേരാ. 1000 പേര് എടുത്തപ്പോൾ തന്നെ ഈ സാധനം ഇയാളുടെ ഇഷ്ടികയെല്ലാം നഷ്ടപ്പെട്ടു. ഈ ഗാർലിക്കും മറ്റു ഓനിയൻസ് എല്ലാം കൂടെ അവരിങ്ങനെ നടാനായിട്ട് കൊണ്ടുവന്നാൽ ഇവരെല്ലാം കൂടെ വരും, ഈ സോതോമ്യരെല്ലാം കൂടെ വന്നിട്ട് ഇവരുടെ സംഭവങ്ങളെല്ലാം ഇങ്ങനെ എടുക്കും. കൃഷിയെല്ലാം ഓരോരുത്തർ ഓരോന്നും എടുക്കത്തേ ഉള്ളൂ. വെട്ടിക്കിളിക്കൂട്ടം പോലെ വന്നിട്ട് ഇവർ ഓരോന്ന് എടുത്തിട്ട് പറയും, ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. ശരിയാ, ഒന്നേ എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ വന്നവരെല്ലാം കൂടെ ചെന്ന് ഇദ്ദേഹത്തിന്റെ സകല വിളയും നഷ്ടപ്പെട്ടു. ഇതായിരുന്നു അവിടുത്തെ നീതിയുടെ ഒരു പ്രധാന പ്രത്യേകത. ഇവരുടെ സ്വഭാവം ഇതാ. ഇത് ചോദിക്കാൻ ആരുടെങ്കിലും ചോദിക്കാൻ അവിടുത്തെ ജഡ്ജിയെടുക്കെ പോയാൽ ജഡ്ജി ചോദിക്കാൻ വന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കും. ഒരു വിധത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രാകൃതമായ നിയമങ്ങൾ. സോതോമിന്റെ ഒരു പ്രത്യേകത അനീതിയാണ്. ഈ ദരിദ്രനെയും പരദേശിയെയും വിധവയെയും അനാഥനെയും ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് ഒരു തമാശയും എന്റർടൈൻമെന്റുമായിട്ട് കണ്ട കൂട്ടമാണ് സോതോമ്യർ. ഇനി സോതോമ്യരുടെ വേറൊരു പ്രത്യേകത, സോതോമിൽ 4 ജഡ്ജസ് ഉണ്ടായിരുന്നു. 4 ജഡ്ജസ്. അദ്ദേഹത്തിന്റെ ഒരാളുടെ പേര് ഷക്രൂറായി, അവരുടെ പേരൊക്കെയാണ് ഷക്രൂറായി, സെയഫൈ, അടുത്തത് മാറ്റ്സ്ലേഡിന. ചുമ്മാ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഈ 4 ജഡ്ജിമാരാണ് ഉള്ളത്. അടുത്തൊരു നിയമം ഇങ്ങനെ, when a man struck his neighbor's wife, caused her to miscarry. ശ്രദ്ധിക്കണം, രസകരമാണ്. caused her to miscarry, the husband would be told, ജഡ്ജി പറയും, ഹസ്ബൻഡോട് പറയും, give her to this man to impregnate her again. എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഒരു സ്ത്രീയെ, ഒരു ഗർഭിണിയായ സ്ത്രീയെ തല്ലി, അവൾ മിസ്കാരേജ് ആകുമ്പോൾ ജഡ്ജിയുടെ അടുക്ക പോയ ജഡ്ജി പറയുന്നത് ഇങ്ങനെയാണ്, നീ ഈ സ്ത്രീയെ ആ അടിച്ചവന് കൊടുത്തേര്, അവൻ അവളെ ഒരു പ്രാവശ്യം കൂടെ പ്രഗ്നന്റ് ആക്കി തരുമെന്ന്. നല്ല നീതിയല്ലേ? നമ്മൾ ഈ സോതോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉടനെ ചിന്ത എന്ന് പറയുമ്പോൾ ഹോമോസെക്ഷുവാലിറ്റി എന്നൊരു ചിന്തയുണ്ട്. സോതോം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളിക്ക് ആകെ അറിയാവുന്നത് ഹോമോയാണ്. അത്ര അറിയത്തില്ല, വേറെ ഒന്നും അറിയത്തില്ല. പക്ഷെ അങ്ങനല്ല, ഹോമോ അല്ല ഇവിടുത്തെ പ്രശ്നം. ഹോമോസെക്ഷുവാലിറ്റി അല്ലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അടുത്തത്, when a man cut off the ear of another man's donkey, the aggrieved owner would be told, give the donkey to the man to keep until his ear grow back. ഒരുത്തൻ്റെ ഒരു ഡോങ്കിയുടെ ചെവി മുറിച്ചു കളഞ്ഞാൽ ജഡ്ജിൻ്റെ അടുക്ക പറഞ്ഞ ജഡ്ജി പറയും, നീ ഒരു കാര്യം ചെയ്യും, ഈ ചെവി മുറിഞ്ഞ കഴുതയെ അവന് തന്നെ കൊടുത്തേര്, ആ ചെവി കിളിർത്തു വരുന്നത് വരെ അവൻ അതിനെ വളർത്തട്ടെന്ന്. ആയുഷ്കാലത്ത് ഒരിക്കലും ഇത് കിളിർത്തു വരത്തില്ല. മനസ്സിലാവുന്നു? നല്ല രസകരമായ നിയമങ്ങളാണ്. ഇതാ സോതോം, അനീതിയുടെ കൂടാണ്. അനീതിയുടെയും തിന്മയുടെയും ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു നിയമമുള്ള ലോകത്തിൽ ഒരു പട്ടണം. അതുകൊണ്ടാണ് ലോകത്തിൽ ഒരു പട്ടണത്തെയും ദൈവം നശിപ്പിക്കുന്നതിന് പകരം ആരെ നശിപ്പിച്ചു? സോതോം ഗൊമോറ. മനസ്സിലാക്കണം, ചുമ്മാ വെറുതെ ദൈവം അവരെ നശിക്കാനങ്ങ് വിട്ടു. അടുത്ത ഇങ്ങനെയാണ്, when a man wounded another, the victim would be told, pay the man a fee for having bleed you. അതിങ്ങനെയാണ്. അതായത് ഒരുത്തനെ അടിച്ചു, അവന്റെ ശരീരം മുറിവേൽപ്പിച്ച് രക്തം ഇങ്ങനെ പുറത്തോട്ട് വന്നാൽ സോതോം ഗൊമോറയിലെ ജഡ്ജി ഇങ്ങനെ പറയുന്നത്, ആ മുറിച്ചവന് നീ പൈസ കൊടുക്കണം. അതെന്താ? നിന്റെ ശരീരത്തിലെ അശുദ്ധ രക്തത്തെ അവൻ ബ്ലീഡ് ചെയ്തു കളഞ്ഞു, അത് പുറത്താക്കി കളഞ്ഞു. അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ തല അടിച്ച് പൊട്ടിച്ച് രക്തം ഒഴുകുമ്പോഴും പറയുന്നത് എന്തുവാണ്? നീ ആ ബ്ലീഡ് ചെയ്തവന് പണം കൊടുക്കണം. ബ്യൂട്ടിഫുൾ ലോ അല്ലേ? നല്ല മനോഹരം. പിന്നെ എങ്ങനെ ഇവനെ കത്തിക്കാതിരിക്കുമെന്ന് ആലോചിച്ചോണം. അടുത്തത്, when a man crossed a bridge he would be charged ഫോഴ്സ്. അവിടുത്തെ നാണയത്തിന്റെ പേര് സൂസ്ന, ZUS. സോതോമിൽ ഉപയോഗിച്ചിരുന്ന, സോതോമിൽ ഒരു പാലം കിടക്കണമെങ്കിൽ അവിടെ ടോള് കൊടുക്കണം. 4 സൂസാണ്, 4 അവിടുത്തെ നാണയമാണ്, 4 കൊടുക്കണം. പക്ഷെ എന്തിട്ടെന്നറിയുമോ, അവൻ അതിന് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ അവൻ ആ 6 അല്ലെങ്കിൽ ആ തോട് നീന്തി അക്കരയ്ക്ക് പോയാൽ അവനെ പിടിച്ചെടുത്ത് അവൻ്റെ 8 സൂസ് വാങ്ങിക്കും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു മര്യാദയില്ലാത്ത ഈ കേരളത്തിലായിരുന്നെങ്കിൽ അവനെയൊക്കെ നമ്മൾ വെടിവെച്ച് കൊന്നേനെ. ഇത് ദൈവം തമ്പുരാൻ ഇത്ര വേദനിച്ചതിന്റെ കാരണം ഇതാ. അല്ലാതെ ചുമ്മാ ഒരു പ്രാതി സോതോമിലേക്ക് പോയി 2 പുരുഷന്മാരെ സ്വീകരിക്കും, അവന്മാരെ പുറത്തു വിടുന്ന ചുമ്മാതെ അവന്മാരെ ആക്രാന്തി കാണിച്ചതുകൊണ്ട് ദൈവം ദേഷ്യപ്പെട്ടതല്ല. ഇതായിരുന്നു അവിടുത്തെ വേദനയുടെ കാരണം. സോതോം നശിച്ച കാരണം മനസ്സിലാക്കണം. അടുത്തത് രസകരമായ കേട്ടോ, നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞു.
ഒരിക്കൽ വെള്ളത്തിന് ഒരു പ്രാവശ്യം പാലത്തിൽ കൂടെ പോകാതെ അവൻ നീന്തി അക്കരെ കിടന്നു. അപ്പോൾ അവനോട് പറഞ്ഞു, നീ 8 സൂസ് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഹി റിഫ്യൂസ് ആൻഡ് ദേ റഫ്ഡ് ഹിം അപ്പ് അണ്ടിൽ ഹി ബ്ലീഡ്. അവനെ രക്തം വരുന്നവരെ അവർ മർദ്ദിച്ചു. ദെൻ ഹി അപ്പിയർഡ് ബിഫോർ ദ സോദോംസ് ജഡ്ജ് ഹു റൂൾഡ്, പേ ദ മാൻ ഓഫ് സോദോം എ ഫീ ഫോർ ഹാവിംഗ് ബ്ലീഡ് യു. മനസ്സിലായല്ലോ. ബിസൈഡ് ദ 8 സൂസ്, അത് 8 സൂസിന് ശേഷം ഇവൻ അടി വാങ്ങിച്ചു കിട്ടി. എന്നിട്ട് ബ്ലഡ് പോയതിന് ആ ബ്ലഡ് പോയതിനോട് പൈസ കൊടുക്കുക. ഒരു പ്രാവശ്യം അബ്രഹാമിൻ്റെ ദാസനായ ഏലിയാസർ സോദോമിൽ ലോത്തിനെയും അവരുടെ കുടുംബത്തെയും കാണാനായിട്ട് വന്നൊരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരിക്കലും അബ്രഹാമിൻ്റെ സ്ഥലം ഇങ്ങനെ വന്നപ്പം ഒരാൾ വന്നിട്ട് ഇദ്ദേഹത്തെ ശരീരത്തെ മുറിവേൽപ്പിച്ചു. ഇവർ രണ്ടുപേരോട് ചേർന്ന് ജഡ്ജിൻ്റെ അടുക്ക ചെന്നു. ജഡ്ജിൻ്റെ അടുക്ക വെച്ചാൽ ജഡ്ജി ഇങ്ങനെ പറഞ്ഞു, പേ ദ മാൻ ഫീ ഫോർ ഹാവിംഗ് ബ്ലീഡ് യു. നിന്നെ മുറിവേൽപ്പിച്ചവനെ നീ ഫീസ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ ഏലിയാസർ എന്ത് ചെയ്യുന്നത്, ഏലിയാസർ ടുക്ക് എ സ്റ്റോൺ ആൻഡ് വൂണ്ടഡ് ദ ജഡ്ജ് വിത്ത് ഇറ്റ്. ഏലിയാസർ മിടുക്കൻ അങ്ങനെ ഒരു കല്ലെടുത്തിട്ട് ജഡ്ജിയുടെ തലയ്ക്ക് ഒരെണ്ണം കൊടുത്തു. അത് പൊട്ടി രക്തം താഴോട്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, പേ ദ ഫീ യു ഓ മീ ബ്ലീഡിങ് യു ഫോർ ദിസ് മാൻ ആസ് ഫോർ മൈ ഓൺ മണി ഇറ്റ് വിൽ ബി റിമൈൻഡ് യു. അതായത് നിനക്ക് ഞാൻ എന്തായാലും കൊടുക്കാനുള്ളതില്ല, ആ കാശ് നിനക്ക് ഞാനിപ്പം ബ്ലീഡിങ് ആക്കിയില്ല, ആ കാശ് നീ ഇവന് കൊടുത്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഏലിയാസർ എന്തായാലും ഒരു പണി പറ്റിച്ചു. ഇതുപോലെ ഒത്തിരി നിയമങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട്. അവർ ഭിക്ഷക്കാർക്ക് കാശ് കൊടുക്കും, പക്ഷെ ഫുഡ് കൊടുക്കത്തില്ല. ഭിക്ഷക്കാർക്ക് കാശ് കൊടുക്കും, പക്ഷെ ഫുഡ് കൊടുക്കും. ദരിദ്രരെ അവർ ഒരിക്കൽ പോലും പരിഗണിച്ച്, ഇതെല്ലാം ഞാൻ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാം, ദരിദ്രരെ അവർ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ ദരിദ്രരെ പരിഗണിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. ഒരു ഭിക്ഷക്കാരന് ആഹാരം കൊടുക്കുന്ന കണ്ടാൽ ആ കൊടുക്കുന്ന ആളിനെ തീയിലിട്ട് ചുട്ടുകളായി. നമ്മുടെ ലോത്തിന് 2 പുത്രിമാരുണ്ടെന്നാണ് നമ്മുടെ ബൈബിളിലെ വാക്യം. 2 പുത്രിമാർ. പക്ഷേ ചരിത്രത്തിൽ അവർക്ക് 3 പുത്രിമാരുണ്ടായിരുന്നു. 3ാമത്തെ പുത്രിയുടെ പേര് പെലോറ്റിറ്റ് എന്നാണ്. പെലോറ്റിറ്റ്, PELOTIT, ലോത്തിന്റെ 3ാമത്തെ പുത്രിയുടെ പേര്. ആ ദേശത്തൊരു ദരിദ്രനായ ഒരു ഭിക്ഷക്കാരനുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന് കോയിൻസ് കൊടുക്കും, പക്ഷേ ആരും അദ്ദേഹത്തിന് ഒരു പീസ് ബ്രെഡ് പോലും കൊടുക്കത്തില്ല. കൈ നിറച്ച് കാശുണ്ട്, പക്ഷേ ആഹാരം കഴിക്കാനില്ലാതെ, ബ്രെഡില്ലാതെ ദരിദ്രന്മാർ അവിടെ കിടന്ന് മരിക്കുകയാണ്. അപ്പനുറുക്ക് പോലും കിട്ടാതെ ദരിദ്രന്മാർ കിടന്ന് നരകിച്ച് മരിക്കുകയാണ്. ഇത് ഒരു ദിവസം ഇവൾ കണ്ടിട്ട്, ഇവൾ വെള്ളം കോരാനായിട്ട് പോകുന്ന വഴിയിൽ വീട്ടിൽ നിന്ന് ഒരു അപ്പത്തിൻ്റെ മുറി എടുത്തുകൊണ്ട് എപ്പോഴും തൻ്റെ വസ്ത്രത്തിനടിയിൽ സൂക്ഷിച്ച് ഈ ഭിക്ഷക്കാരനെ കൊണ്ടുപോയി കൊടുക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇയാൾ മരിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയാൻ ഇവർ രഹസ്യമായിട്ട് അന്വേഷിച്ചപ്പോൾ ലോത്തിൻ്റെ ഇളയ മകളാണ് ഇത് ചെയ്തെന്നറിയുകയും അവസാനം ഈ സ്ത്രീയെ പുറത്തു കൊണ്ടുവന്ന് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്തു. അങ്ങനെ ലോത്തിൻ്റെ 3 പുത്രിമാരിൽ ഒരാൾ സോദോമിൽ വെച്ച് തന്നെ തീയിൽ വെന്തു മരിച്ചതാണ്. ഇത് നമ്മുടെ ബൈബിളിൽ ഈ ചരിത്രങ്ങളില്ല. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന നിലയിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ബൈബിൾ മാത്രം നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഗോ ത്രൂ ദ റെഫറൻസസ്. അതുകൊണ്ട് അതിലൂടെ പോകുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അവസാനം ഇവളെ കത്തിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഗോഡ് ഓഫ് യൂണിവേഴ്സ് എക്സാക്ട് ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെന്റ് ഇൻ മൈ ബിഹാഫ് ഫ്രം സുധമൈറ്റ്. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, യൂണിവേഴ്സ് പ്രപഞ്ചത്തിന്റെ ദൈവമേ, നീതി കാണിക്കണമെന്ന് പറയും. ഹർ ക്രൈ റോസ് അപ്പ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗ്ലോറി. ചരിത്രം ഇങ്ങനെ, അവളുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സിംഹാസനത്തിൽ. ദ ഹോളി വൺ സെഡ്, ഐ വിൽ ഗോ ഡൗൺ ആൻഡ് സീ വെദർ ദേ ഹാവ് ഡൺ അക്കോർഡിംഗ് ടു ഹർ ക്രൈ. അങ്ങനെ അവൾ ചെയ്തോ എന്നറിയാൻ ഞാൻ ഇറങ്ങിച്ചെല്ലും എന്ന് ജൂയിഷ് ഹിസ്റ്ററി ഇവിടെ ഞാൻ ഇറങ്ങിച്ചെന്ന് നോക്കുമെന്ന് ദൈവം ഈ നിലവിളിയുടെ മറുപടിയായിട്ട് പറയുകയാണ്. അതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഞാൻ ആ നിലവിളി, അവരുടെ പാപ നിലവിളി എൻ്റെ അടുക്കലെത്തിയിരിക്കുന്നു, അതങ്ങനെയാണോ എന്ന് ഞാൻ ചെന്ന് നോക്കും എന്നുള്ള ചരിത്രം. ലോത്തിൻ്റെയും സോദോം ഗോമോറയുടെയും ഈ കാര്യങ്ങൾ ചരിത്രം പഠിക്കാനുള്ളൊരു പുസ്തകം ആണ് ബുക്ക് ഓഫ് ജാഷേർ. ഞാൻ ഈ പറയുന്ന പുസ്തകം നിങ്ങൾ ബുക്ക് ഓഫ് ജാഷേർ, അതായത് ശൂരന്മാരുടെ പുസ്തകമെന്ന് യോശുവയുടെ പുസ്തകത്തിലും ശമൂവേലിൻ്റെ പുസ്തകത്തിലും ബൈബിൾ റെഫർ ചെയ്യുന്ന ഒരു പുസ്തകം. ബുക്ക് ഓഫ് ജാഷേർ എക്സാക്ട് റെഫറൻസ് ആണ്, ഒറിജിനൽ ഹിസ്റ്ററിക്കൽ ബുക്കാണ്. അത് ആദിമസഭ അത് പഠിച്ചിരുന്നു, ആദിമസഭ അതിനെ റെഫർ ചെയ്തിരുന്നു, യഹൂദന്മാരത് പഠിച്ചിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ കനോനിക ഗ്രന്ഥങ്ങളിൽ അത് ഇല്ലാതെ പോയി. ഇതിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ വണ്ടറായി പോകും. അതുപോലെയുള്ള സംഭവങ്ങളുടെ പരമ്പരയുണ്ട് അവിടെ. അങ്ങനെ സോദോമിൻ്റെ ജഡ്ജ് അവിടെ ഭയങ്കര ഈ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ദരിദ്രരെ അവരെ
മാനിക്കത്തില്ല. സ്ട്രേഞ്ചേഴ്സിനെ അവർ ബഹുമാനിക്കത്തില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, സ്ട്രേഞ്ചേഴ്സ് ആരെങ്കിലും വന്നാൽ ആ ആളുകളെ മനഃപൂർവ്വം അവർ ഉപദ്രവിക്കും. ദേ വോണ്ട് എൻ്റർടൈൻ എനി ഫോറിനേഴ്സ്. മറ്റൊരാളെ അവർ വീട്ടിലേക്ക് കൊണ്ടുവരത്തില്ല. ലോത്തിൻ്റെ ഭാര്യ ഉപ്പ് കൊടുത്താണ് ഇവർ സ്ട്രേഞ്ചേഴ്സിനെ പരിചയം പുതുക്കുന്നത്. ലോത്തിൻ്റെ ഭവനത്തിലെത്തിയ ദൈവദൂതന്മാർക്ക് ഉപ്പ് കൊടുത്ത് ആ മര്യാദയിൽ സഹവർത്തിത്വത്തിലേക്കും കൂട്ടായ്മയിലേക്കും വരാൻ ലോത്ത് ശ്രമിക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞ് ഉപ്പ് തരാൻ. അവൾക്കത് താല്പര്യമില്ലാതെ അവൾ ഉപ്പില്ല എന്ന് പറഞ്ഞ് നാട് നീളെ ഓടി നടന്ന് എല്ലാ വീടുകളിലും ഉപ്പ് വേണം, ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു. ഇവിടെ ചോദിച്ചു ഉപ്പ് വേണം ഗസ്റ്റ് വന്നു എന്ന് പറഞ്ഞ ഒടുവിൽ സംഭവിച്ച എന്താണെന്നറിയാമോ? നാട്ടുകാർ മുഴുവൻ, നമ്മുടെ ബൈബിളിൽ പറഞ്ഞില്ലേ, ലോത്തിന്റെ വീട്ടിൽ വന്നവരെ കാണാൻ വേണ്ടി എങ്ങനെ ആളുകളെത്തി ആ സന്ധ്യാസമയത്ത്. ഈ പെണ്ണും പിള്ള എന്ന് നാട്ടുകാരുടെ അടുത്ത് മൊത്തം പറഞ്ഞതാണ്. ഇവർ എന്ന് നാട്ടിൽ മൊത്തം പരസ്യമാക്കിയതാണ്ട് ഉപ്പ് വേണം, ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്ന്. അങ്ങനെ നാട്ടുകാർ മുഴുവനും കൂടെ ലോത്തിന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് അവരെ ഇനി പുറത്ത് കൊണ്ടുവരും, ഞങ്ങൾ അവരെ ഭോഗിക്കട്ടെ. ഞാൻ ആ വിഷയത്തിൽ പോകുന്നില്ല, അത് വാസ്തവത്തിൽ തെറ്റായ പരിഭാഷ അതിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഭോഗിക്കട്ടെ എന്നുള്ള പദങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഭാഗത്തേക്ക് ഞാനിപ്പോൾ തൽക്കാലം പോകുന്നില്ല. അപ്പം അങ്ങനെ ആ സോദോമ് ഭയങ്കരമായ ക്രൂരമാണ്. വൈഫിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്വഭാവങ്ങളെ, സെക്ഷൽ ഇമ്മോറാലിറ്റീസ്, ഇല്ലിസിറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒന്നിനും ഫ്രീ സെക്സ്, നമ്മളിന്ന് കാണുന്ന എല്ലാ പരിപാടികളെല്ലാം സോദോമിൻ്റെ കോമൺ കൾച്ചറായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി അവർക്ക് തീൻപുളപ്പം ഉണ്ടായിരുന്നു, അഹന്തയുണ്ടായിരുന്നു, നിഗളമുണ്ടായിരുന്നു. അവർ ദരിദ്രരെ പരിഗണിച്ചിരുന്നില്ല, അനാഥരെ അവർ വളരെ ദ്രോഹിച്ചിരുന്നു, വിധവമാരെ വളരെ അവർ ദ്രോഹിച്ചിരുന്നു. ഏറ്റവും വലിയ ഇവരുടെ പാപങ്ങളിൽ ഒന്ന്, ഇവർ അനാഥരോടും വിധവയോടും ദരിദ്രരോടും കാണിച്ച ഇവരുടെ അനീതിയായിരുന്നു സോദോമിലെ ഏറ്റവും വലിയ പാപം. അല്ലാതെ ഹോമോസെക്ഷുവാലിറ്റിയും ലെസ്ബിനിസം ഒന്നുമല്ല. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ആയിരുന്നില്ല. ദൈവത്തെ ചൊടിപ്പിച്ച ഈ ദരിദ്രന്മാരുടെ നിലവിളിയാണ്, ഈ സാധുക്കളുടെ നിലവിളിയാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ യെരുശലേമിനെ പഠിക്കേണ്ടത്. യെരുശലേമും യേശുവിൻ്റെ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ ഉപദേശങ്ങളിൽ ഇങ്ങനെ പറഞ്ഞത്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത്. യാഗമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് കരുണയാണ്. കർത്താവ് യേശുവിൻ്റെ ഉപദേശങ്ങളിൽ യഹൂദന്റെ ധാർഷ്ട്യത്തെ വളരെ ശക്തമായി ദൈവം സംസാരിക്കുന്നുണ്ട്. ധനമോഹത്തെ ദൈവം എതിർക്കാൻ കാരണം, അനാഥരെ പീഡിപ്പിക്കുന്നവരെ, വിധവയെ ഉപദ്രവിക്കുന്നവരെ, പരദേശിയെ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സിനകത്ത് വളരെ ശക്തമായി നിഴലിച്ചിരുന്നു. നമുക്കത് വായിക്കുമ്പോൾ ഒരു കംഫർട്ടായിട്ടേ തോന്നുന്നു. പക്ഷേ ആ സന്ദേശങ്ങളെല്ലാം യഹൂദന്മാരുടെ മുതുകിൽ കർത്താവ് അടിച്ച ചാട്ടവാറിൻ്റെ അടിയായിരുന്നു. കാരണം ഓരോന്ന് പറയുമ്പോഴും അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇത് തങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് യേശുനാഥൻ ഒരു ഉപമ പറഞ്ഞു, ലാസറിൻ്റെയും ധനവാന്റെയും കഥ. അതുകൂടെ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറയാം. ലാസറിൻ്റെയും ധനവാന്റെയും കഥ എന്താ? ദരിദ്രനായ ഒരു മനുഷ്യൻ, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, നായ്ക്കൾ വന്ന് നക്കുന്നു. അവന് ധനവാന്റെ വീട്ടിലെ നുറുക്കെങ്കിലും കിട്ടുമോ എന്ന് വിചാരിച്ച് അവന്റെ പടിവാതിക്കൽ കിടക്കുന്നു. ദരിദ്രനെ മാനിക്കാത്ത ഒരു ധനവാൻ എന്ന് പറഞ്ഞാൽ, ആ ലാസറിന്റെ ധനവാന്റെ കഥയ്ക്കകത്ത് ധനവാൻ വിഗ്രഹാരാധനയ്ക്ക് പോയതായിട്ടില്ല, വ്യഭിചാരം ചെയ്യാൻ പോയിട്ടില്ല, മോഷ്ടിച്ചതായിട്ടില്ല, ഒന്നുമില്ല. അവിടുത്തെ പാപം എന്താ? ദരിദ്രനെ അവഗണിച്ചു. അതായിരുന്നു ധനവാൻ ചെയ്ത ഏറ്റവും വലിയ പാപം. അല്ല, ധനവാൻ മുഴുകൽ സ്നാനമേറ്റില്ല, അന്യഭാഷ പറഞ്ഞില്ലൊന്നും അല്ല. ധനവാൻ സമ്പത്തിൽ ജീവിച്ചിരുന്നവൻ അവന്റെ ദേശത്തെ ദരിദ്രനെ മതിച്ചില്ല. അപ്പൊ അവനോട് പറഞ്ഞു, നീ എവിടെ പൊക്കോ, നീ നരിക്കും, നീന്നെ തീക്കകത്തെടുത്തിടുവെന്നാ പറഞ്ഞത്, നീ കത്തുവെന്നാ പറഞ്ഞത്. അപ്പൊ അവൻ അവിടെ ചെന്ന് പറയുന്നുണ്ട്, ഇതാ സത്യത്തിൽ ആരെന്നറിയുമോ? ഈ ധനവാൻ എന്ന് പറയുന്നത് ലേവിയാണ്, മഹാപുരോഹിതനാണ്. അതാ ധൂമ്രവസ്ത്രം ധരിച്ചിരിക്കുന്നത്. ബൈബിളിൽ ധൂമ്രവസ്ത്രം ധരിക്കുന്ന രണ്ടുപേരെ നമ്മൾ കാണാം. ഒന്ന് ഈ ധനവാനും, രണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ സ്ത്രീയും. ഇവർ രണ്ടും കുടുംബത്തിൽപ്പെട്ടവരാണ്, ഒരേ കുടുംബക്കാരൻ. യെരുശലേമിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ അത് യഹൂദന്മാരുടെ പ്രമാണിയായ ലേവിയാണ് ഉപയോഗിക്കുന്നത്, മഹാപുരോഹിതനാണ്. ആ മഹാപുരോഹിതനാണ് ഇവിടെ കിടക്കുന്ന ഈ ധനവാൻ. അവനാണ് ന്യായപാലനം ചെയ്യേണ്ടവൻ, അവനാണ് ദരിദ്രനെ കരുതേണ്ടവൻ.
അപ്പം ദശാംശം അന്ന് ലേവിക്ക് കൊടുത്തപ്പോൾ ഒരു ഭാഗം ദശാംശം അനാഥർക്കും വിധവയ്ക്കും വേണ്ടിയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം ദൈവം ദശാംശം വാങ്ങുമ്പോഴും അവൻ്റെ ഹാർട്ട് ദരിദ്രൻ്റെ മേലും അനാഥൻ്റെ മേലുമായിരുന്നു. അപ്പം ഈ ധനവാനെ ലാസറിനെ കഥയ്ക്കകത്ത് ഈ ധനവാൻ എന്ന് പറയുന്നത് അവിടുത്തെ ലേവിയാണ്. യേശു ക്രിസ്തു യഹൂദന്മാരോടും വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ് പ്രവചിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഈ പാവപ്പെട്ട എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒന്നും അല്ല കേട്ടോ ഇത്. അവസാനം ഇവർ പാതാളത്തിൽ പോകുന്നു. അപ്പോൾ അവിടെ ലാസർ അവിടെ കിടക്കുന്നു. ലാസർ മരിച്ചു, രണ്ടുപേരും മരിച്ചു. ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു. ഇതെല്ലാം അലിഗോറിയാണ് കേട്ടോ. ധനവാൻ അപ്പുറത്ത് കിടന്ന് ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലം ഒരു സ്ഥലത്താണ്, രണ്ടുപേരും പാതാളത്തിലാണെന്ന് മനസ്സിലായല്ലോ. അപ്പം പറഞ്ഞു, എനിക്ക് ഒരു ശകലം ഇച്ച് വെള്ളം തരുമോ, ഒരു തുള്ളി വെള്ളമൊക്കെ തന്ന് എൻ്റെ നാവിനെ ഒന്ന് അണയ്ക്കണമെന്നൊക്കെ പറയുന്നു. ലാസറിനെ ഇങ്ങോട്ട് വിടാൻ പറയുന്നു. മനോഭാവമാണ് കേട്ടോ, മനോഭാവം അത്. കാരണം ഈ ദരിദ്രനായവൻ ഇത് ചിലരുടെ സൂക്കേടാണ്. ഇവൻ ഇവിടെ കിടന്ന് കഷ്ടത്തിൽ കിടക്കുമ്പോഴും ഇവൻ്റെ അഹങ്കാരത്തിന് ഇവൻ തീക്കാത്ത് കിടക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസർ എന്ന് പറയുന്ന ചെറുക്കനെ അവൻ്റെ വേലക്കാരനാക്കാനുള്ള ചിന്ത, അതാണ് ഇവൻ്റെ ഇവന്മാർ എത്ര നന്നാകാത്തതിൻ്റെ കാരണം. ഇത് മനസ്സിലാകുന്നുണ്ടോ? ലാസർ അല്ലാതെ വേറെ ആരെങ്കിലും വിട്ടിച്ചിരി വെള്ളം തരാനല്ല പറഞ്ഞത്, ലാസറിനെ തന്നെ അയക്കണം, എൻ്റെ വീട്ടുവേലക്കാരനായിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ ചത്താലും ഇവൻ്റെ ഹൃദയം നന്നായിട്ടില്ലെന്ന്. ഈ ലേവിക്ക് വരാൻ പോകുന്നു. അപ്പം പറഞ്ഞു ലാസറിനെ അങ്ങോട്ട് അയക്കണം. അപ്പം അവർ പറഞ്ഞു അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവിടെ യേശുവും അപ്പോസ്തലന്മാരും ഉണ്ടെന്നല്ല പറഞ്ഞു, മോശയും പ്രവാചകന്മാരും ഉണ്ട്. നിങ്ങൾ കുറിച്ച് വെക്ക്, എഴുതി വെക്ക്. മോശയും പ്രവാചകന്മാർ എവിടെ വരെ? യോഹന്നാൻ വരെ, അത്രേ ഉള്ളൂ. യോഹന്നാൻ വരെയുള്ളൂ മോശയും പ്രവാചകന്മാരും. ഇവിടുത്തെ ഉപമയിൽ അബ്രഹാം പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോകും, അവിടെ സുവിശേഷവും ലേഖനവും ഉണ്ടെന്നല്ല, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ന്യായപ്രമാണ കാലമാണത്. അവിടെ സുവിശേഷവും അപ്പോസ്തലന്മാരും സഭയും ഉണ്ട്, നീ പോയി പഠിക്കണമെന്നല്ല പറഞ്ഞത്. അവിടെ പ്രമാണവും ന്യായപ്രമാണവും പ്രവാചകന്മാരും ഉണ്ടെന്നാണ്. അതിന്റെ അർത്ഥം എന്താ? ഈ കഥ നടക്കുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും നീങ്ങിപ്പോകുന്നതിന് മുമ്പെയാണ്. ബൈബിൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് ന്യായപ്രമാണവും പ്രവാചകന്മാരും നീങ്ങിപ്പോകുന്നതിന് മുമ്പ് നടക്കേണ്ട സംഭവമാണ്. അപ്പോൾ അവൻ പറഞ്ഞു ലാസറിനെ, അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ പ്രമാണം അവിടെ ഉണ്ട്, അതുപോലും വിശ്വസിക്കാത്തവർ ഇനി ഇവിടുന്ന് ചത്തിട്ട് മരിച്ചിട്ട് ഒരാൾ എഴുന്നേറ്റ് പോയിട്ട് വിശ്വസിക്കത്തില്ല. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ 5 സഹോദരന്മാർ. തനിക്ക് എത്ര സഹോദരൻ? 5. നിങ്ങൾ ബൈബിൾ എടുത്ത് പഠിക്കുക, ഉൽപ്പത്തി പുസ്തകം പഠിക്കണം. അവിടെ ലേവി എന്ന് പറയുന്ന ആള് നമ്മുടെ ലേയയുടെ പുത്രന്മാരാണ്. ലേയയുടെ 6 മക്കളുണ്ട് ലേയയ്ക്ക്. അത് ലേവിയും 5 സഹോദരന്മാരും. അപ്പം ലേവി എന്ന് പറയുന്ന ഈ പുരോഹിതൻ പറഞ്ഞ് എനിക്ക് 5 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ തൻ്റെ തന്നെ അമ്മയുടെ 5 പുത്രന്മാർ, 5 ഗോത്രങ്ങൾ അവിടെ ഉണ്ട്, നിങ്ങൾ അവരെ ഒന്ന് രക്ഷിക്കണമെന്നായി പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അവിടെ ധനവാൻ എവിടെ പോവുകയാണ്? യാതന. എന്താ അവിടുത്തെ പ്രശ്നം? അപ്പം ധനവാന്റെയും ലാസറിന്റെയും കഥയ്ക്കകത്തെ സാരാംശം എന്താണ്? ടേക്ക് കെയർ ഓഫ് ദ പുവർ, ദരിദ്രനെ പരിഗണിക്കുക. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഇസ്രായേലിൽ ന്യായവിധി വന്നത്. മത്തായിയുടെ സുവിശേഷം 25, എത്ര വാക്യം വേണം എടുക്കാം? മത്തായി 25 എടുക്കുക. അവൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും നിർത്തിയിട്ട് അവരെ 2ആയി തിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, നീതിമാൻ ഒരു കൂട്ടർ പറഞ്ഞു നിങ്ങൾക്ക് പിതാവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചോ. പിതാവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് പറഞ്ഞാൽ ചത്തിട്ട് പൊക്കോളാനല്ല. പിതാവിന്റെ രാജ്യം ഇവിടെയാണ്, ഭൂമിയിലാണ്. സ്വർഗത്തിലാണെന്ന് വിചാരിക്കുന്ന മണ്ടന്മാർക്ക് ഇത് ചത്ത ശേഷമുള്ള കഥയാവും. ജീവിച്ചിരിക്കുന്നവരനുസരിക്കും. രാജ്യം ഇവിടെയായിപ്പം, അവിടെ അല്ല രാജ്യം, അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ രാജ്യം. ഇത് സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സ്വർഗത്തിന്റെ കോളനിയായിരിക്കുന്ന ദൈവരാജ്യം ഭൂമി. ആ രാജ്യത്തെ കൈവശമാക്കാനാണ് അവരോട്. അതിൻ്റെ അർത്ഥം അത് ജീവിച്ചിരിക്കുന്നവരോട്, മറ്റവരോട് ചത്തുപൊക്കോളാനാണ് പറയുന്നത്. അപ്പോൾ ഈ നീതിമാന്മാർ ചോദിച്ചു എന്താ കാരണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അല്ലാതെ നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങൾ അന്യഭാഷ പറഞ്ഞു, നിങ്ങൾ കൃപാവരങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ചു, നിങ്ങൾ ആഭരണങ്ങളൊന്നും ധരിച്ചില്ല, നിങ്ങൾ മീശ വടിച്ചു നടന്നു. അങ്ങനെയാണോ? അവിടെ മുഴുവൻ സൽപ്രവൃത്തിയാണ്. ഈ സൽപ്രവൃത്തി ചെയ്തവരെയാണ് രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആമേൻ. സൽപ്രവൃത്തി. അപ്പം ദരിദ്രരെ പരിഗണിക്കാത്ത യഹൂദന്മാർ, വിധവയ്ക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കാത്ത യഹൂദന്മാർ. വിശുദ്ധ ബൈബിൾ നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നവർ, ദരിദ്രരെ പരിഗണിക്കാത്തവർ. ഇതായിരുന്നു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പാപം. അല്ല വേറെ പാപമല്ല. അവർ യേശുക്രിസ്തുവിനെ
ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിനെ അവർക്ക് ഉപദ്രവിക്കാൻ തോന്നിയതിൻ്റെ കാരണം എന്താ? യേശു കർത്താവ് തച്ചൻ്റെ മകനായി, മുക്കോന്മാരുടെ ഫ്രണ്ടായി, പാപിയുടെ ഫ്രണ്ടായി, അവനൊരു വലിയ ഹൈ സ്റ്റാറ്റസിൽ വന്നിരുന്നെങ്കിൽ യെരുശലേം ദേവാലയത്തിന് അകത്തിരുത്തി പ്രതിഷ്ഠിച്ചേനെ. താഴേക്കിടയിലുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സുകേടാണ് യഹൂദന്റെ മനസ്സുകേട്. ദരിദ്രന്മാരോട് ന്യായപാലനം നടത്താത്ത, ദരിദ്രന്മാരെ പരിഗണിക്കാത്ത, വിധവമാരെ വിഴുങ്ങിക്കളയുന്ന, അവരെ കൊള്ളയടിക്കുന്ന സംസ്കാരമായിരുന്നു യേശുവിൻ്റെ കാലം മുതൽ ഈ യെരുശലേം മൊത്തം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ യാഗത്തിലല്ല പ്രശ്നം, എനിക്ക് കരുണയിലാണ്. ഇപ്പം ഞാൻ നിങ്ങൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സോദോമെന്നും ഗോമോറയെന്നും എന്തുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ മഹാരാജാവിൻ്റെ നഗരത്തെ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ വിളിച്ചത്? സോദോമിനും ഗോമോറയ്ക്കും ഉണ്ടായിരുന്ന അതേ സ്വഭാവം, മ്ലേച്ഛമായ, നന്ദികെട്ട, അനീതിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ കുടിയിരിപ്പായിരുന്നു ഈ യെരുശലേം. അപ്പൊ സോദോമിന് എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ് എന്തിനു സംഭവിക്കാൻ പോകുന്നത്? ഇതിന് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് ദിവസത്തെ ഒരു ദൂതൻ കാഹളം ഊതുമ്പോൾ ഒരു മല ചെന്ന് എവിടെ വീഴുന്നതായിട്ടാണ് കാണുന്നത്? സമുദ്രത്തിൽ വീഴുന്നത് കാണുന്നു. ആ മല ഏതാണ്? കർത്താവ് പറഞ്ഞ മലയാണ്. എന്താ മല? ഈ മലയോട് നീങ്ങി സമുദ്രത്തിലേക്ക് ചാടി പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഏത് മല? യെരൂശലേമിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇസ്രായേൽ എന്ന് പറയുന്ന ആ മലയെ, ഇസ്രായേൽ ജനതയെ എടുത്ത് സമുദ്രത്തിലേക്ക് എറി. ഏതാണ് ആ സമുദ്രത്തിലേക്ക് എറിഞ്ഞത്? അവരെ എറിഞ്ഞത് തീ പൊയ്കയിലേക്കാണ് എറിഞ്ഞത്. സോദോം എന്ന പട്ടണം ഒരു ഭൂകമ്പം നിമിത്തം, സത്യത്തിൽ അവിടെ സംഭവിച്ചതാണ്, ഒരു വലിയ ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പം നിമിത്തം സോദോം എന്ന പട്ടണവും അതിൻ്റെ ചുറ്റുപാടുള്ള മലകളും ഇടിഞ്ഞ് ഈ ഡെഡ് സീയിലേക്ക് അങ്ങ് വീഴുകയായിരുന്നു. ആ വീഴുന്ന ആ ഡെഡ് സീയെ കുറിച്ച് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ ബാക്കി വിശദീകരിച്ചോളാം. ഡെഡ് സീയിലേക്ക് ആ പട്ടണം മൊത്തം കൂടെ അതിൻ്റെ പുറത്തേക്ക് വീഴുകയായിരുന്നു. ആ വെള്ളത്തിൻ്റെ ആ തിളച്ചു പറയുന്ന ബിറ്റുമീൻ, ഉപ്പുവെള്ളം കൂടെ വന്നാണ് നമ്മുടെ ലോത്തിൻ്റെ ഭാര്യയുടെ പുറത്ത് വീഴുക. അങ്ങനെയാണ് ആ ബിറ്റുമിനിലാണ് അവൾ ആ സ്റ്റാച്ചു ആയിട്ട് പോകുന്നത്. അവളെ ഉപ്പുതൂണെന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണ് അതിൻ്റെ റീസൺ. അവൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ചുമ്മാ നോക്കിയത് മാത്രമല്ല, ഷി വാസ് സ്റ്റേയിങ് ദെയർ. സോ ഇത് വീഴുമ്പോൾ ഈ പട്ടണത്തിലെ ഈ വെള്ളം ഈ 34% അതിനകത്ത് ഉപ്പുവെള്ളം. നമ്മുടെ കടലിലെ വെള്ളം 3% ഉള്ളൂ ഉപ്പ്. ഡെഡ് സീയിലെ 34%. അതിൻ്റെ അർത്ഥം നമുക്ക് നടന്നു പോകാം, വെള്ളത്തിന് മീതെ നടക്കാം, കാരണം അത് മുക്കത്തില്ല. അതുപോലെ കട്ടിയുള്ള ദ്രാവകം പോലെ കിടക്കുകയാണ്. അതിനകത്ത് ധാരാളമായിട്ട് കീൽക്കുഴികളുണ്ട്, അതിനകത്ത് ബിറ്റുമീൻസ് ഉണ്ട്, അതിനകത്ത് ധാരാളമായ കെമിക്കൽസ് ഉണ്ട്. ഇത് വന്നിവിടെ പുറത്തേക്ക് വീഴുകയാണ്. ഈ പട്ടണം വെറുതെ ഒരു പട്ടണം മറിഞ്ഞ് ഇതിനകത്ത് വീഴുകയാണ്, ഈ ലേക്കിലേക്ക് വീഴുകയാണ്. സോദോമിന് സംഭവിച്ചതുപോലെ യെരൂശലേമിന് സംഭവിക്കാൻ പോവുകയാണെന്നാണ് വെളിപ്പാട് പുസ്തകത്തിലെ പഠനം. തീപ്പൊയ്കയിലേക്ക് നമ്മൾ ഇനി പോകാം. ഞാൻ പറഞ്ഞു, ഈ വേദ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ലേക്ക് ഓഫ് ഫയർ എന്താണെന്ന് നമ്മളൊന്ന് അവലോകനം ചെയ്യണം. ശ്രദ്ധിക്കുക. ലേക്ക് ഓഫ് ഫയറിനെ കുറിച്ച് വേദ പണ്ഡിതന്മാർ പറഞ്ഞ അതിനെ ലേക്ക് ഓഫ് സാൾട്ട് എന്ന് പറയും, ലേക്ക് ഓഫ് ഫയർ എന്ന് പറയും. ഈ ഡെഡ് സീയെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ജനതയെല്ലാം കൂടെ, ഞാനിതിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലാക്കി കൊണ്ടുവന്നു. അതായത് സോദോമിന് എന്ത് സംഭവിച്ചു അത് തന്നെ, തീയും ഗന്ധകവുമുള്ള അതിൽ വീണ് ഇത് വെന്തു. അതിൻ്റെ പുക ആകാശത്തോളം എത്തുന്ന അബ്രഹാം കണ്ടു. ആ തീക്കകത്ത് ആ പട്ടണം മൊത്തം വെന്തുപോയി. അതിനകത്ത് ജനനിവാസികൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. 5 പട്ടണങ്ങൾ ശാമ്പലായി മാറി. അവിടെ തീ കൃത്യമായിട്ട് കത്തുന്നുണ്ടായിരുന്നു. ആ തീയിൽ ആ ബിറ്റുമിൻ്റെ ആ സൾഫറിൻ്റെ തീക്കകത്ത് പട്ടണം കത്തിയ പോലെ. വെളിപ്പാട് 11 പറയുന്ന ആ സോദോമിനെ എന്ത് ചെയ്യാൻ പോവുക? 20-ാം അധ്യായത്തിൽ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. ഇത് അക്ഷരികമായി ഈ ജനതയ്ക്ക് സംഭവിക്കാൻ പോകുന്ന വിനാശത്തെക്കുറിച്ചുള്ളതായ പ്രവചനമാണ്. നമുക്കിനി കുറച്ച് ഈ ഡെഡ് സീയെ കുറിച്ച് നമ്മൾ കുറച്ച് പറയണം. ഈ ഡെഡ് സീക്ക് യേശു ക്രിസ്തുവിൻ്റെയും യോഹന്നാൻ്റെയും കാലഘട്ടം നിങ്ങളിത് വളരെ സൂക്ഷ്മമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ പ്രിയരെ. ഈ കാലഘട്ടത്തിൽ ആദ്യത്തെ സെഞ്ചുറി മുതൽ അതിനു മുമ്പുള്ള സെഞ്ചുറിയിൽ ഈ ഡെഡ് സീയെ കുറിച്ചുള്ള വിവരണങ്ങളിൽ അതിനു മുമ്പ് ആയിരക്കണക്കിന് ആണ്ടുകളായിട്ടുള്ള ചരിത്രരേഖകളിൽ
ഡെഡ് സീയുടെ പ്രത്യേകത ഇങ്ങനെയാണ്. അതിനകത്ത് ടാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറുത്ത ദ്രാവകം ഉണ്ടല്ലോ, ടാർ, നമ്മുടെ റോഡിനൊക്കെ ടാർ, പെട്രോളിയം സംഭവം. ടാറ് സ്പ്യൂ ചെയ്യും, ഇങ്ങനെ ചീറ്റി പുറത്ത് വരുമായിരുന്നു. ഇത് ഞാനല്ല, ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയല്ല, ഇത് ചരിത്രത്തിൻ്റെ ജോഗ്രഫിക്കൽ പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പുസ്തകം തരാം, പൈസ തരണം, ഫ്രീ ആയിട്ട് തരത്തില്ല. അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകണം. സ്പൂയിങ് ഫോർത്ത്, ടാറ് പുറത്തേക്ക് വരും. അടുത്തത് കീല്, പിച്ച് പുറത്ത് വരും. ബിറ്റുമിൻ, അസ്ഫാൾട്ടൈറ്റ്സ് എന്ന് പറയും. അസ്ഫാൾട്ടിസ്, സ്മോക്ക്, സൾഫർ ആൻഡ് ഫയർ. ചാവുകടലിൽ തന്നെ അവസാനം അതാ ചാവുകടൽ. പുരാതനമായിട്ട് ഈ ചാവുകടൽ, ഇപ്പോൾ തീ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പുരാതനമായി ചരിത്രരേഖകളിൽ, ജോഗ്രഫിക്കൽ, ഹിസ്റ്റോറിക്കൽ, ആർക്കിയോളജിക്കൽ എവിഡൻസിൽ ഇതിൽ നിന്ന്, അതായത് ഈ ഒരു സ്ഥലത്ത് നിന്ന്, ഈ ചാവുകടൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 13,000 അടി താഴെയാണ്. യെരുശലേമിൽ നിന്ന് താഴോട്ട് 7,000 അടി താഴ്ചയിലാണ് യെരുശലേം. 7,000-ഓളം അടി താഴ്ചയിൽ, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ചയാണ് ഈ ഡെഡ് സീക്ക് എന്നാണ് ഞാൻ മുമ്പ് കേട്ടത്. ഇപ്പം ഞാൻ ആ ഇൻഫർമേഷൻ എടുത്തില്ല, എൻ്റെ ഓർമ്മ അത് ശരിയാണെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതിൽ നിന്ന് പിച്ച് വരും, ബിറ്റുമിൻ വരും, അൽഫാറ്റ്സ് വരും, അസ്ഫാൽറ്റിസ് വരും, സ്മോക്ക് വരും, സൾഫർ വരും. സൾഫർ ഏതാ? തീ, ഗന്ധകം. ഗന്ധകവും തീയും എവിടെ നിന്ന് വരുന്നുണ്ട്? ഈ ചാവുകടലിൻ്റെ നടുവിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വളരെ ശക്തിയോടെ ചീറ്റി പുറത്തേക്ക് വരുന്ന ചരിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ. ഹാർഡ് ആൻഡ് സോൾഡ് ബിറ്റ്വീൻ ഹൂസ് ചീഫ്. താങ്ക് യു ബ്രദറെ, താങ്ക് യു. എൻ്റെ ഇത് വായിച്ചപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ വേണ്ടി എന്തായാലും എബിൻ അത് നന്നായിട്ട് എഴുതി, താങ്ക് യു. അസ്ഫാൾട്ടൈസ് എന്നാട്ടോ അങ്ങനെ നമ്മൾ അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ ഒരു ജോഗ്രഫി, ഗ്രീക്കിൻ്റെ ട്രാൻസ്ലേഷൻ, അത് എഴുതിയ ഗ്രീക്കിലാണ് ആ ഹിസ്റ്റോറിക്കൽ ബുക്ക് ജോഗ്രഫി. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനിൽ ഈ വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് ഈ സീയെ, അതായത് ഈ ഡെഡ് സീയെ നമ്മുടെ കത്തോലിക്ക ബൈബിളിൽ വിസ്ഡം ഓഫ് സോളമനിൽ ഇങ്ങനെയാണ് പറയുന്നത്: ലോത്ത് എസ്കേപ്പ് ദ ഫയർ ദാറ്റ് കെയിം ഓൺ ദ 5 cities whose wickedness is still attested by smoking waste. അപ്പം ഈ 5 പട്ടണങ്ങളെ തീ കൊണ്ട് ദഹിപ്പിച്ചതാണ്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീയും ഗന്ധവും വന്നെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ വന്നത് എവിടെ നിന്ന് അറിയാമോ? ഈ യഹോവയുടെ സന്നിധി എന്ന് പറയുമ്പോൾ ഉടനെ സ്വർഗം എന്ന് വിചാരിക്കേണ്ട. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലം അതിൻ്റെ നിവാസികളും എല്ലാം തമ്പുരാൻ്റെ വകയാണ്. തമ്പുരാൻ എവിടെ നിന്നത് അയച്ചാലും അത് ദൈവത്തിൻ്റെ സന്നിധിയാണ് വരുന്നത്. അപ്പം തമ്പുരാൻ അലോ ചെയ്ത്, ദൈവം ഇത് അലോ ചെയ്ത്, ഇത് മനസ്സിലാക്കണം. അല്ല ദൈവം ഇവരുടെ പുറത്ത് ഇത് വർഷിപ്പിക്കുന്നതിന് പകരം ദൈവം ഈ മഹാവിപത്ത് ഇവർക്ക് അനുവദിച്ചു കൊടുക്കുക. ഇതാണ് ബൈബിൾ പ്രത്യേകത. ബൈബിളിൽ ദൈവം ആരെയും ഉപദ്രവിക്കത്തില്ല, മറിച്ച് ദൈവം ഇവരെ ഈ പ്രതിസന്ധിയിൽ അലൗ ചെയ്യും, അനുവദിച്ചു കൊടുക്കും. ഇനി ഡിയോഡോറസ് സിസൂലസ്, അതിനെ സിക്യൂലസ് എന്നാണെന്ന് അറിയത്തില്ല, ഡിയോഡോറസ് സിക്യൂലസ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ, ആദ്യത്തെ 1st century BC ഒരു ഹിസ്റ്റോറിയൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എൻ്റെ ഒരു ഗ്രീക്ക് പരിഭാഷയിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ റീജിയൻ, അതായത് ഈ ചാവുകടലിൻ്റെ ആ ഭാഗം, ആ റീജിയൻ, ദ ഫയർ വിച്ച് ബേൺ ബിനീത്ത് ദ ഗ്രൗണ്ട് and stench render the inhabitants of the neighboring countries sickly and very short lived. അതായത് ഈ സ്ഥലത്തെ, ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ബിബ്ലിയോത്തിക്ക ഹിസ്റ്റോറിക്ക എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അത് ഒരുപാട് വോളിയംസ് ഉണ്ട്. ആ ഒരു 9 വോളിയത്തോളം ആ പുസ്തകമുണ്ട്. അതിനകത്ത് 2ാം വോളിയത്തിനകത്താണ് ഈ ഭാഗം ഇരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഈ റീജിയനിൽ ഭൂമിയുടെ അടിയിൽ ഗ്രൗണ്ട് ലെവലിൽ തീ കത്തുന്നുണ്ടായിരുന്നു. തീ. അപ്പൊ തീ ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ കത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇത് ഹിസ്റ്റോറിയൻ ഫിലോ എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ പറഞ്ഞ ഇങ്ങനെയാണ്:
യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രിയുടെ കാലഘട്ടങ്ങളിൽ, യേശു ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദ വാലി ഓഫ് ദ ഡെഡ് സീ വാസ് ഫിൽഡ് വിത്ത് ഫയർസ്. ആരും തീയിടാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ഒരു ഗന്ധം, അതായത് ഈ ഒരു നമുക്കറിയാലോ, ഈ ഖത്തറിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, ഖത്തറിൽ ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസാണ്, ഫ്യൂവൽ ഗ്യാസ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് ആ മണ്ണിനടിയിൽ നിന്ന് ഗ്യാസ് പുറത്തു വരും, ഓട്ടോമാറ്റിക് തീ പിടിക്കും. അപ്പോൾ യേശു പ്രസംഗിച്ചിരുന്ന സമയത്ത് ഫിലോ എഴുതി വെച്ചിരിക്കുകയാണ്, ദ ഡെഡ് സീ വാസ് ഫിൽഡ് വിത്ത് ഫയർ. ചില സമയങ്ങളിൽ ആ ഒരു തടാകം മൊത്തം തീ കത്തുന്നതായിട്ട്, തീ കത്തിക്കൊണ്ടിരുന്നത്, ആ തടാകത്തിൻ്റെ മീതെ തീ കത്തപ്പം ഇസ്രായേലിന് വളരെ ഫെമിലിയർ ആണ് ഈ തീ പൊയ്ക. നിങ്ങളിത് മനസ്സിലാക്കണം. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടു എസ്റ്റിക്, അതായത് ഒരിക്കലും കെടുത്തിക്കളയാൻ പറ്റാത്ത നിലയിൽ, ഒരിക്കലും കെടുത്താൻ പറ്റാത്ത നിലയിൽ നിരന്തരമായിട്ട് ആ ഭാഗത്ത് ചില സന്ദർഭങ്ങളിൽ ആ തടാകത്തിൽ തീ കത്തുന്ന പതിവുണ്ടായിരുന്നു. ആൻഡ് മെനി ഓഫ് ദിസ് ഫയർസ് ഹാഡ് ബീൻ സ്മോക്കിംഗ് ആൻഡ് ബേണിംഗ് ഫോർ എ ലോങ് ടൈം ഈവൻ ടു ഹിസ് ഓൺ ഡേ. അതായത് യേശുവിൻ്റെ കാലഘട്ടത്തിലും ഫിലോയുടെ കാലഘട്ടത്തിലൊക്കെ ഈ സംഭവങ്ങൾ സംഭവിച്ചിരുന്നു എന്നെഴുതി. ജോസീഫസ് എഴുതി വെച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. ഹി സെഡ് one could still see the burned remnant of the 5 cities. അതായത് ജോസീഫസ് എഴുതുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ നമ്മൾ പോയാൽ 5 സിറ്റീസ് കത്തിയതിൻ്റെ പാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ റെമനൻസ്, അതിൻ്റെ ശേഷിപ്പുകൾ നമുക്കവിടെ കാണാൻ പറ്റുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഫസ്റ്റ് സെഞ്ചുറിയിലെ ജിയോഗ്രാഫറായിരുന്ന സ്ട്രാബോ എന്ന് പറഞ്ഞ ഒരാൾ, പുള്ളി ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദ വാലി ദ ലാൻഡ് ഓഫ് ഫയേഴ്സ് എന്നാണ് പുള്ളി എഴുതിയത്. അതായത് അഗ്നിയുടെ നാട്. അവിടെ മുഴുവൻ ഈ ബിറ്റുമിൻ, ഈ കീൽക്കുഴികൾ, നമ്മൾ ബൈബിൾ വായിച്ചില്ല 13-ാം അധ്യായം വെളിപ്പാട് സമയം യുദ്ധത്തിൽ പോകുമ്പോൾ സോദോം രാജാവ് കീൽക്കുഴിയിൽ വീഴുന്നുണ്ട്. കീൽക്കുഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അറബി നാട്ടിൽ നിന്നൊക്കെ പിടിച്ചെടുക്കുന്ന എണ്ണ, ഈ എന്താ പറയുന്നത്, ക്രൂഡ് ഓയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആഴത്തിലൊന്നും കുഴിയേണ്ട ആവശ്യമില്ല. അവിടെ പുറത്ത് തന്നെ ഈ കീൽക്കുഴികൾ അത്ര ഓയിൽ സമ്പന്നമായിരുന്നു. അതിനകത്ത് ആ ഗ്യാസ് പുറത്ത് വന്ന് തീ കത്തിയുമായിരുന്നു. അതായത് ആ ലാൻഡ് ഒരു ഫയറിൻ്റെ ലാൻഡായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? തീപ്പൊയ്ക എന്ന് പറഞ്ഞ സംഭവമാണ് ഇത്. അല്ലാതെ ഈ ലോകത്തിലെ മനുഷ്യരെ മൊത്തം കൂടെ കൊണ്ടിരിക്കാൻ ദൈവം ഏതോ ഗ്രഹങ്ങൾക്കകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കഥയല്ല. ഇതൊക്കെ ചുമ്മാതെ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതി വെച്ചേക്കുക. ചരിത്രങ്ങൾ കട വായിക്കുക. അടുത്തത് ലാൻഡ് ഓഫ് ഫയർ ബിക്കോസ് ദർ വാസ് എ ഫ്രീക്വന്റ് ബോയിലിംഗ് ഔട്ട് ബേസ്റ്റ് ഓഫ് ദ ഫയർ ഓഫ്. അതായത് അദ്ദേഹം താഴോട്ട് ഇടുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ആ ചാവുകടലിലെ വെള്ളം തിളയ്ക്കുമായിരുന്നു, വെള്ളം തിളച്ച് പൊങ്ങുമായിരുന്ന തീ. അതായത് ഭൂമിയുടെ അടിയിൽ നിന്ന് തീ പുറത്തു വരും, ആ ഗ്യാസ് പുറത്തും തീ കത്തും, ആ ഒരു തടാകം മൊത്തം ഇങ്ങനെ കത്തും. അവിടുത്തെ ആ എൻ്റെയർ സ്ഥലം മുഴുവൻ സൾഫറിൻ്റെ സ്മെല്ല് കൊണ്ടും ബ്രിംസ്റ്റോൺ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബ്രിംസ്റ്റോൺ കൊണ്ടും സൾഫറിൻ്റെ സ്മെല്ല് കൊണ്ടും കത്തും. ആ ദേശം, ലാൻഡ് അല്ലെങ്കിൽ ആ പൊയ്ക മുഴുവൻ, ആ ലേക്ക് മുഴുവൻ കത്തുമായിരുന്നു. നമ്മുടെ ബൈബിളിൽ ലേക്ക് ഓഫ് ഫയർ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് 1778 ഒരു എക്സ്പ്ലോറർ ആ സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ദിസ് വാലി ഈസ് ദ സീറ്റ് ഓഫ് സബ്റ്ററേനിയൻ ഫയർ വിച്ച് ഈസ് നോട്ട് യെറ്റ് എക്സ്റ്റിങ്വിഷ്ഡ്. എന്ന് പറഞ്ഞാൽ ഇന്നുവരെ കെടുത്താൻ പറ്റാത്ത നിലയിൽ നിരന്തരമായി തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു റീജിയനാണ് ഈ ഡെഡ് സീ എന്ന് 1788 അതായത് ഈ നമ്മുടെ ഈ AD റിപ്പോർട്ടുകൾ വരുന്നു. ദ ക്ലൗഡ് ഓഫ് സ്മോക്ക് വർ ഓഫൺ ഒബ്സർവ് ടു ഇഷ്യൂ ഫ്രം ദ ലേക്ക്. അതായത് ആ ഏരിയ മുഴുവൻ പുകയുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നു എന്ന് ചില സമയങ്ങളിൽ സംഭവിച്ചത്. സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് ദ റീജിയൻ ബൈ എ മാൻ നെയ്മഡ് ലിഞ്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്, ദ വാലിയുടെ സ്ട്രോങ് സ്മെൽ ഓഫ് സൾഫറേറ്റ് ഹൈഡ്രോജൻ. സൾഫർ എവിടെ? ഗന്ധകം. വെളിപ്പാട് പുസ്തകത്തിലെ ഗന്ധകം എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്വതന്ത്രരാകട്ടെ. സ്തോത്രം. അടുത്തത് സം മോഡേൺ സ്കോളേഴ്സ് ഈ കമൻറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന വിഷയം ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ജോൺ ഗിൽ എന്ന് പറയുന്നതിൻ്റെ എക്സ്പോസിഷനും ഇതെല്ലാം ഇതിനകത്താണ്. ജോൺ ഗിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈബിളിൽ കമൻട്രി എഴുതിയ ആളാണ്. അദ്ദേഹം പറയുന്നത് ഡെഡ് സീ ഇസ് കോൾഡ് ദ സൾഫറസ് ലേക്ക് എന്നാണ്. സൾഫറസ് ലേക്ക്, ലേക്ക് ഓഫ് അസ്ഫാൾട്ടൈസ്, ലേക്ക് ഓഫ് സൾഫറസ്, സൾഫർ എന്നും ലേക്ക് ഓഫ് അസ്ഫാൾട്ടൈസ് എന്നും ലേക്ക് ഓഫ് ബിറ്റുമിൻ എന്നും ആ കാലത്തെ ആ ഡെഡ് സീയെ വിളിച്ചിരുന്നു. അപ്പം ലേക്ക് ഓഫ് ഫയർ എന്നോ ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വെളിപ്പാട് പുസ്തകം 20 ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക ഏതാണ്? ഹിസ്റ്റോറിക്കലി ആൻഡ് പ്രൊഫറ്റിക്കലി വി ആർ ഡീലിംഗ് വിത്ത് ദ വേർഡ്. ഹിസ്റ്റോറിക്കലി ആൻഡ് പ്രൊഫറ്റിക്കലി നമ്മൾ ഈ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയാണ്. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക
ഗന്ധകം. ഇറ്റ് ഈസ് നോട്ട് എ സ്പിരിച്വൽ ഫയർ. ആത്മരൂപിയെ കൊല്ലുന്നതല്ല, അക്ഷരികമായ ശരീരത്തെ കൊന്ന് അവസാനിപ്പിക്കാൻ കഴിവുള്ള തീ കത്തുന്ന, ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയ്ക്ക് താണ്ട ബൈബിളിൻ്റെ കമൻഡേഴ്സ്, ചരിത്രകാരന്മാർ, ആർക്കിയോളജിസ്റ്റ്, സയൻറ്റിസ്റ്റ്, ജിയോഗ്രാഫേഴ്സ്, ഹിസ്റ്റോറിയൻസ് എല്ലാം പ്രൂവ് ചെയ്യുന്നത് ദിസ് ലേക്ക് ഈസ് ദ ലേക്ക് ഓഫ് ഫയർ. ഇതാണെന്നേ ലേക്ക് ഓഫ് ഫയർ. എന്നിട്ട് പറഞ്ഞു ദ ജൂയിഷ് പീപ്പിൾ അണ്ടർസ്റ്റുഡ്, യഹൂദ ദ ലേക്ക് സോൾട്ട് ഇൻ ദ വാലി വിച്ച് യൂസ് ടു ഹോം ടു സിറ്റി സോദോം ആൻഡ് ഗോമോറ. സോദോം ആൻഡ് ഗോമോറ എന്നത് അവർ മനസ്സിലാക്കുമ്പോഴെല്ലാം അവർക്കറിയാവുന്ന കാര്യം, ഇങ്ങനൊരു തീ കത്തുന്ന, ബിറ്റുമീൻ കത്തുന്ന, ആസ്ഫാൽറ്റിസ് ഉള്ള ഒരു, അസ്ഫാൽറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമ്പോൾ കീല്, അസ്ഫാൽറ്റിസ് എന്ന് പറഞ്ഞാൽ കീൽക്കുഴി, കീൽ. ടാർ, നമ്മുടെ നാട്ടിൽ ടാർ, അതിൻ്റെ മറ്റു ഗ്രീക്ക് പദമാണ് ആസ്ഫാൽറ്റ്. അതിനെ സീ ഓഫ് അൽഫാസ് എന്ന്, അല്ലെങ്കിൽ സീ ഓഫ് ഫയർ എന്ന് പറയാറുണ്ട്, ലേക്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേക്ക് ഓഫ് ബിറ്റുമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേക്ക് ഓഫ് ആസ്ഫാൽറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേക്ക് ഓഫ് സൾഫർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും വേദപണ്ഡിതന്മാരും ജിയോളജിസ്റ്റും ആ സ്ഥലത്തെ, ആ ഡെഡ് സീയെ കുറിച്ച് പറയുന്നതായ പദപ്രയോഗങ്ങളാണ്. ഇനി നമ്മൾ ഈ വിഷയങ്ങൾ ഒത്തിരി ഒരുപാട് സാധനങ്ങൾ ഞാൻ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇപ്പോഴും ഈ പ്രതിഭാസമുണ്ട്. ദിസ് ഈസ് ഹാപ്പൻഡ് ഇൻ ഡെഡ് സീ. ഡെഡ് സീയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല സോദോം ഗോമോറയ്ക്ക് എന്താ സംഭവിച്ചത്. സോദോം ഗോമോറയിൽ ഈ സ്ഥലത്ത് ഭയങ്കരമായ തീ കത്തി എന്നിട്ട് ആ പട്ടണങ്ങളെ മൊത്തം അങ്ങ് ഭൂകമ്പം കൂടെ ഉണ്ടായി. അവിടുത്തെ ഭൂകമ്പം കൂടെ ഉണ്ടായിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മുഴുവനെ അവിടെയൊക്കെ ഇടിച്ച് കളയുകയാണ്. ആ പട്ടണം മുഴുവൻ അതിലേക്ക് ഏകദേശം ആർക്കിയോളജിസ്റ്റ് പറയുന്നത് ഈ 3/4, അതായത് 4/3 ഭാഗവും ഇറ്റ് ഈസ് അണ്ടർ ദ ഡെഡ് സീ റൈറ്റ് നൗ. അതായത് ആ പട്ടണം ഈ ഡെഡ് സീയുടെ അടിയിലേക്ക് പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഡെഡ് സീ ഇരിക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം മുമ്പ് പട്ടണമായിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ എവിഡൻസിൽ പറഞ്ഞു. പറഞ്ഞാൽ ആ പട്ടണത്തെ മുക്കിക്കളയുന്ന നിലയിൽ, നശിപ്പിച്ച് കളയുന്ന നിലയിൽ, കത്തിച്ചാമ്പലാക്കുന്ന നിലയിലായിരുന്നു സോദോം ഗോമോറയിൽ ന്യായവിധി. ആ സോദോം ഗോമോറയാണ് എവിടെ പോയത്, അഗ്നി നരകത്തിലേക്ക് പോയത്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക, യേശു പറഞ്ഞ വാചകം, കോരസിനെ അയ്യോ കഷ്ടം, ബെത്സയിദയെ അയ്യോ കഷ്ടം, നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോറിലും സീദോനിലും സോദോമിലും ഒക്കെ നടന്നിരുന്നാൽ അവർ എന്നേ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് മാനസാന്തരപ്പെടുമായിരുന്നു. നിനക്ക് വരാൻ പോകുന്ന വിപത്ത് സോദോമിന് സഹിക്കാവതാകും എന്ന് പറഞ്ഞാൽ, സോദോമ്യർക്ക് വന്നതുപോലെ അതിനേക്കാൾ കഠിനമായ ഒരു കഷ്ടതയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതെന്നാണ് യേശു ക്രിസ്തു കോരസിനോടും ബെത്സേദിയോടും പ്രവചനമായിട്ട് സംസാരിക്കുന്ന. അർത്ഥം എന്താ, അവർക്ക് നടന്ന പോലെ നിനക്ക് നടക്കുന്നു. അവരെയും കത്തിച്ച പോലെ നീ പാതാളത്തോളം താന്നു പോകും. ശ്രദ്ധിക്കണേ, പാതാളത്തോളം, ഹേഡീസിലേക്ക് താന്നു പോകും എന്ന് പറഞ്ഞാൽ എന്താ, നീ മരിച്ച് മൺമറഞ്ഞു പോകും, നീ പാതാളത്തിലേക്ക് പോകും. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മരണത്തെയും പാതാളത്തെയും തീ പൊയ്കയിലേക്ക് തള്ളിയിടുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി AD 70 എന്താ സംഭവിച്ചെന്ന് നോക്കിയാൽ, AD 70 ഞാൻ പറഞ്ഞു 11 ലക്ഷം യഹൂദന്മാർ, 11 ലക്ഷം യഹൂദന്മാർ ഈ ജൂയിഷ് റിവോൾട്ടിൽ, ഏറ്റവും വലിയ ജെറുസലേമിൻ്റെ ആ ഉപരോധത്തിൽ AD 70 സത്യത്തിൽ റോമാക്കാരല്ല കൊന്നത്, അത് ഞാൻ മുമ്പ് ക്ലാസ്സുകൾ എത്തിയിട്ടുണ്ട്. ഈ 11 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെടുക. ഇവരെല്ലാം കൂടെ കത്തിക്കുന്ന എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇവരെ മൊത്തം ഇട്ട് കത്തിച്ചത് ഗഹന്നായിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു ഗഹന്നായിൽ. ഈ ഗഹന്നായിൽ ഇട്ട് കത്തിക്കും. ഇതാണ് കെദ്രോൺ താഴ്വരയുടെ ആ താഴ്വരയിലാണ് ഈ വാലി ഓഫ് ഹിന്നോം എന്നും പുതിയ നിയമത്തിൽ ഗഹന്ന എന്നും ഒക്കെ അറിയപ്പെടുന്നതായിട്ടുള്ള ആ സ്ഥലം. ആ സ്ഥലത്തേക്ക്, ആ വാലിയിലേക്കാണ് ജനകോടികളെ, കോടികളെ ലക്ഷക്കണക്കിന് ശവശരീരങ്ങളെ ഇട്ട് കത്തിച്ചത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇവിടെ ഇട്ട് കത്തിച്ചിട്ട് പിന്നെ എങ്ങനെ ഇത് ചാവുകടലുമായിട്ട് എങ്ങനെ ഇത് ബന്ധം വന്നു? ചാവുകടൽ എന്താ ബന്ധമായത്? ഈ കത്തിയ ചാമ്പലുകൾ സത്യത്തിൽ ഇവിടെയാണ് സംഭവിച്ചത്. ഈ ജെറുസലേമിൻ്റെ ഈ
വാലി ഓഫ് ഹിന്നോം എന്ന് പറയുന്ന ഈ താഴ്വരയിൽ മില്യൺസ് ഓഫ് ആളുകളെ ഇട്ട് കത്തിക്കുക. ഒറ്റയാളുടെ ശവം അടക്കിയിട്ടില്ല കേട്ടോ. 11 ലക്ഷത്തെയും അവിടെ ഇട്ടാ കത്തിച്ച്. 11 ലക്ഷത്തെ. അതിനകത്ത് കള്ളപ്രവാചകനുണ്ട്, മൃഗമുണ്ട്. ഞാൻ പിന്നെ ആ പിശാച് എന്ന് പറയുന്ന സാധനത്തെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അവനെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ AD 70 ശേഷം ഒരു 3 വർഷം കഴിഞ്ഞിട്ടാണ് യഹൂദന്മാരുടെ ഫുൾ റിബലിയൻ അവസാനിച്ചത്. ആ റിബലിയൻ അവസാനിക്കാനായിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വെളിപ്പാട് ദിവസം പഠിച്ചാൽ മനസ്സിലാവും. ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒരു സിക്കാരികൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ റെവല്യൂഷൻ നടക്കുന്ന, ഇവിടെ റിവോൾട്ട് നടക്കുന്ന സമയത്ത് ഇവർ ഇവിടുന്ന് മുങ്ങി. 1000-ലധികം ആളുകൾ ഹെരോദ രാജാവ് പണ്ട് പണി കഴിപ്പിച്ചിരുന്ന ഒരു മസാദ എന്ന് പറയുന്ന ഒരു വലിയ ഫോർട്ടുണ്ട്. ആ മസാദ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ചാവുകടലിൻ്റെ അരികിലുള്ള ഒരു പ്ലേറ്റിൽ, ഒരു വലിയ പീഠഭൂമിയിൽ, ഒരു 400 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു പീഠഭൂമി, ആർക്കും കയറിപ്പോൻ പറ്റത്തില്ല. അതിൻ്റെ മീതെ ഒരു വലിയ ഫോർട്ട് ഹെറോദ് ദ ഗ്രേറ്റ് പണിതിരുന്നു. അതിനകത്ത് ധാന്യങ്ങളും വീഞ്ഞും മറ്റ് കാര്യങ്ങളെല്ലാം അവർ സൂക്ഷിച്ചു വരുന്നു. ഈ സിക്കാരികൾ, കടാരക്കാരെന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ഈ റിവോൾട്ടിൻ്റെ സമയത്ത് AD 70 സമയത്ത് ഇവർ നേരെ എവിടെ ചെന്നു? ഇവർ ഓടി രക്ഷപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ, ഏകദേശം 1000-ലധികം ആളുകൾ ഈ മസാദ എന്ന് പറയുന്ന ഫോർട്ടിൽ അഭയം പ്രാപിച്ചു. അവരതിനെ കീഴടക്കി, അതിനകത്ത് താമസിക്കുക, ഇവിടുന്ന് ഓടിപ്പോയത്. ഇത് നമ്മൾ ജോസിഫസിൻ്റെ പുസ്തകത്തിലുണ്ട്, വാർ ഓഫ് ദ ജൂസിലുണ്ട്. ഞാനത് മുമ്പൊരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 7 പേരിൽ 8ാമത്തെ ഒരുത്തൻ, അവൻ പിന്നെ വരേണ്ടതാകുമെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. AD 70 യെരുശലേം നശിപ്പിച്ചിട്ടും യഹൂദൻ മുഴുവൻ അവിടെ തീർന്നിട്ടും ഒരു ശേഷിപ്പ് ഈ മസാദയുടെ കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്നു. അവരെയും കൂടെ അവസാനിപ്പിക്കുമ്പോഴാണ് കഥ തീരുന്നത്. അതുകൊണ്ടാണ് ഇവരെ പിടിച്ച് എവിടെട്ടെന്ന് പറഞ്ഞേക്കുന്നത്, തീച്ചുവാലയിലിട്ട്. 2-3 പ്രാവശ്യം തീപ്പൊയ്ക വരാനുള്ള കാരണം ഇതാണ്. നമ്മൾ ആ ഭാഗത്തെ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. 11 ലക്ഷം ശവങ്ങൾ കത്തുക, 1-2 അല്ല, ആലോചിച്ച് നോക്കുക, കത്തുക, കത്തി കത്തി കത്തിച്ചാമ്പലായി. നിങ്ങൾക്കറിയാമോ, ഇവിടെ നിന്ന്, അതായത് ഈ വാലി ഓഫ് ഹിന്നോം താഴ്വരയിൽ നിന്ന് ഡെഡ് സീയിലേക്ക് ഒഴുകുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് വാദി അന്നാർ എന്നാണ്. വാദി അന്നാർ, വാദി എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രീം എന്നാണ്. വാദി അന്നാർ, അതിൻ്റെ അർത്ഥം സ്ട്രീം ബെഡ് ഓഫ് ഫയർ എന്നാണ്. നിങ്ങൾ കേൾക്കണേ, സ്ട്രീം ബെഡ് ഓഫ് ഫയർ. അപ്പം സ്ട്രീം ബെഡ് ഓഫ് ഫയർ എന്നാണ്. അതായത് വാദി അന്നാർ എന്ന് പറയുന്ന ഒരു സ്ട്രീം ആ മരുഭൂമിയിലൂടെ ഒഴുകുകയാണ്. മഴ വരുമ്പോൾ ഈ സ്ട്രീം ഓപ്പൺ ആവും. അതായത് മഴയിലാണ് ഈ വെള്ളം വരുന്നത്. ഇത് നേരെ ചെന്ന് പതിക്കുന്നത് യെരുശലേമിന് 40 കിലോമീറ്റർ നേരെ തെക്ക് ഭാഗത്തുള്ള ഈ ഡെഡ് സീയിലാണ് ഈ നദി ചെന്ന് പതിക്കുന്നത്. അപ്പോൾ ഇത് ആരംഭിക്കുന്നത് പോകുന്നത് ഈ കെദ്രോൻ താഴ്വരയിലൂടെ. അങ്ങനെയാണെങ്കിൽ ഈ 11 ലക്ഷം, ശ്രദ്ധിക്കണേ, ഈ 11 ലക്ഷം യഹൂദന്മാർ, മത്സരികൾ കൊല്ലപ്പെട്ട ഈ താഴ്വരയിൽ വെന്തുപോയ ഇവരുടെ ശവശരീരത്തിൻ്റെ ചാമ്പലും കൊണ്ടാണ് നമ്മുടെ വാദി അന്നാർ അടുത്ത മഴയിൽ എവിടെ പോയി പതിച്ചത്? ചാവ് കടലിൽ പതിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അതായത് ബെൻഹിന്നോം താഴ്വരയിൽ ഗഹന്നായിൽ കത്തിയ ആ ശവശരീരത്തിൻ്റെ ചാമ്പല് വാദി അന്നാർ എന്ന് പറയുന്ന ഈ സ്ട്രീം എടുത്തോണ്ട് എവിടെ കൊണ്ടിട്ടു? ചാവ് കടലിൽ കൊണ്ടെത്തിച്ചു. ലേക്ക് ഓഫ് ഫയറിലേക്ക് കാസ്റ്റ് ഔട്ട് ചെയ്തെന്നാണ്. ഇതാണ് എൻ്റെ ട്രൂത്ത്. അതായത് മൃഗത്തെയും കള്ളപ്രവാചകനെയും പിശാചിനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകവർ ചെയ്യാൻ പറ്റാത്ത നിലയിൽ അവരെ ആ ഗഹനായിട്ട് ഗഹനായിലിട്ട് കത്തിച്ചിട്ട് എവിടെ കാസ്റ്റ് ഔട്ട്, എവിടത്തേക്ക് എറിയുക, എവിടെ കൊണ്ട് കളയുക? ഗഹനായി കത്തിച്ച ചാമ്പൽ ലേക്ക് ഓഫ് ഫയറിൽ കൊണ്ട് അവസാനിക്കുക. അതുകൊണ്ടാണ് വെളിപ്പാട് ദിവസത്തിൽ ഇവരെല്ലാം വീണ്ടും എവിടെ പോകുന്നുണ്ട്? ലേക്ക് ഓഫ് ഫയറിൽ പോകുന്നു. തീർന്നിട്ടില്ല. മരണത്തെയും പാതാളത്തെയും തീപ്പുകൾ. ഈ പാതാളം ഏതാ? ഹേഡീസിനെ എന്താ പറഞ്ഞേക്കുന്നത്? ഗഹന്ന. ഈ ഗഹന്നയെയും മരണത്തെയും കൂടി ഇപ്പൊ എവിടെ ഇട്ടേക്കുവാന്നാ? ലേക്ക് ഓഫ് ഫയർ. ഇപ്പൊ ഈ ലേക്ക് ഓഫ് ഫയർ ഏതാണ്? ഈ ഡെഡ് സീ കൊണ്ടിടുക. അപ്പം യഹൂദന്മാരിൽ 11 ലക്ഷം പേരുടെ ചാമ്പല്, അവർ കത്തിയ ശവശരീരത്തിന്റെ ചാമ്പൽ എവിടെ കിടപ്പുണ്ട്?
ഈ ഡെഡ് സീ, നിങ്ങൾ ഇന്ന് ചാവുകടൽ കാണാൻ പോകുമ്പോൾ ഓർത്തോണം, അവിടുത്തെ ആ മണ്ണിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരുടെ ശവശരീരം കത്തിയ ചാമ്പലുണ്ടവിടെ. ഈ നദി എടുത്തോണ്ട് ഇവരെ കൊണ്ടുപോയി ചാവുകടലിൽ ഡിപ്പോസിറ്റ് ചെയ്തു. മറ്റൊരു കാര്യം കൂടെ യഹൂദന്മാരുടെ കാഴ്ചപ്പാടുണ്ട്. യഹൂദന്മാർ ആ കാലത്ത് വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഇഫ് എ ബോഡി വാസ് ബേൺ ടു ആഷസ്, ഇത് യഹൂദന്മാരുടെ വിശ്വാസമാണ്. ഇഫ് എ ബോഡി വാസ് ബേൺ ടു ആഷസ് ഡിഡ് നോട്ട് റിസീവ് ബെറിയൽ, അവർക്ക് ബെറിയൽ കിട്ടാതെ ഒരു ശവം ദഹിക്കപ്പെട്ട് ചാമ്പലായി പോയാൽ then that persons would not be raised from the dead in the future resurrection. എന്ന് പറഞ്ഞാൽ അവരുടെ ഇത്രയും പറഞ്ഞാൽ മതി, ഒരാളെ കത്തിച്ച ചാമ്പലായി അദ്ദേഹം ഡെഡായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അടക്കാതെ പോയി കഴിഞ്ഞാൽ ആ ആൾക്ക് റിസറക്ഷൻ ഇല്ല. അപ്പം ലേക്ക് ഓഫ് ഫയറിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അവർ അർത്ഥമാക്കിയത് റിക്കവർ ചെയ്യാൻ പറ്റാത്ത നിലയിൽ ഇവർ നശിച്ചുപോയി എന്ന അർത്ഥത്തിലാണ് ചാവുകടലിലേക്ക് അല്ലെങ്കിൽ തീപ്പൊയ്കയിലേക്ക് ഇവരെ എടുത്ത്. ഇത് യെറുശലേമിലെ മത്സരഗ്രഹമായ ഇസ്രായേലിന് വന്നു പതിച്ച ന്യായവിധിയുടെ ചിത്രമാണ്. ഇത് ലോകരാജ്യങ്ങളിൽ പാവങ്ങളായ നമുക്കും ഇന്ത്യക്കാരനും ഇവിടുത്തെ ആര്യനും ഇവിടുത്തെ ദ്രാവിഡ മക്കൾക്കും ആഫ്രിക്കൻസിനും സാധുക്കളും ഒന്നും അറിയാൻ പറ്റില്ല, എല്ലാത്തിനെയും കൂടെ പിടിച്ച് കൊണ്ടിട്ട് കത്തിക്കുന്ന സ്ഥലമല്ല. നമ്മൾ സേവിക്കുന്ന സ്നേഹനിധിയായ നമ്മുടെ മഹാദൈവം ഇങ്ങനൊരു പക വെച്ച് പുലർത്തുന്ന ദൈവമല്ല. അങ്ങനല്ല. നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഒരുപാട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഞാൻ അത്യാവശ്യത്തിന് നിങ്ങൾക്ക് ഇനി റിസർച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം നിങ്ങളുടെ ചിന്തയിൽ ഇട്ടു തന്നു, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് ഞാൻ കാട്ടിത്തന്നു. നിങ്ങൾ പോയി ഇത് മനസ്സിലാക്കുക. അല്ലാതെ തീപ്പൊയ്ക എന്ന് പറയുമ്പോൾ, അഗ്നിനരകം എന്ന് പറയുമ്പോൾ ഉടനെ അത് എവിടെയോ സൂര്യൻ്റെ അകത്താണെന്നും ഭൂമിയുടെ അകത്താണെന്നുള്ള ചിന്ത മാറ്റി നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഈസ് എ പ്രൊഫറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ വ്യൂ. ദ ബൈബിൾ സേസ് അബൌട്ട് ഇറ്റ്. നമ്മുടെ കർത്താവിൻ്റെ വചനം എന്താ പറയുക, ആ വചനത്തെ നമ്മൾ കുറച്ച് ശ്രദ്ധയോടെ പഠിച്ചാൽ മതി. അപ്പം നമ്മൾ ഇത് കുറച്ച് ശ്രദ്ധയോടെ പഠിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കുറേയും കൂടെ ബോധ്യമാകും. അതുകൊണ്ട് ലേക്ക് ഓഫ് ഫയർ, ഈ സ്റ്റെയിൻബെഡ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഗഹനായിൽ നിന്ന് ഈ ചാമ്പലിനെ കൊണ്ടുപോയി ഡെഡ് സീയിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദ ലേക്ക് ഓഫ് ഫയർ റിമെയിൻ ഇൻ ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്നേക്കും എന്ന് പറഞ്ഞ ഈ ചാമ്പൽ അവിടെ തന്നെ ഇന്നും പോയാൽ അവിടെ. പക്ഷെ ഇന്നും അതിനകത്ത് യഹൂദം കിടന്ന് ഇങ്ങനെ കത്തുകയല്ല, അവിടെ ആരും നിലവിളിക്കുന്നുമില്ല. അതതിൻ്റെ അർത്ഥം അവര് ഈ ജഡ്ജ്മെന്റ്, ഈ കഷ്ടത, ഈ തീജ്വാല അനുഭവിച്ച, ഈ ദൈവത്തിന്റെ റിജക്ഷൻ അനുഭവിച്ച ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ തീപ്പൊയ്ക ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ചിന്തകൾ എവിടെയെങ്കിലും ഒരു മാറ്റം, ഏതെങ്കിലും ഒരു ചിന്തിക്കാനെങ്കിലും പ്രയോജനമായെങ്കിൽ, ഇന്നത്തെ എൻ്റെ ശ്രമം, ഇന്ന് പകൽ മൊത്തം ഞാൻ ശ്രമിച്ചത്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നത് സഫലമായെന്ന് വിശ്വസിക്കും. ഒത്തിരിയും കാര്യങ്ങൾ ഞാൻ ഇനിയും പറയാനായിട്ട് പോകുന്നില്ല. ഇത്തരം കൊണ്ട് തൽക്കാലം നമുക്ക് ഈ കാര്യങ്ങളൊന്ന് അപഗ്രഥിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് ദൈവം കൃപ തരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇനി നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ചിന്തകൾ വെച്ച് നിങ്ങൾ വായിക്കാൻ പഠിക്കുക. അപ്പോൾ ഈ തീപ്പൊയ്ക ഇസ് ജസ്റ്റ് ലൈക്ക് എ ലേക്ക് ഓഫ് ഫയർ. ലേക്ക് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ലേക്ക് ഓഫ് സൾഫർ, ലേക്ക് ഓഫ് ബിറ്റുമിൻ, ലേക്ക് ഓഫ് എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതെൻ്റെ വായിലോട്ട് വരുന്നില്ല. അസ്ഫാൾട്ടൈസ് വായി വരുന്നില്ല, മറന്നുപോയി. ലേക്ക് ഓഫ് അസ്ഫാൾട്ടൈറ്റ്സ്, ലേക്ക് ഓഫ് സൾഫർ, ലേക്ക് ഓഫ് ഫയർ. ലേക്ക് ഓഫ് ഫയർ എന്നും ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. This is happened to the Jews on AD 70 and AD 73 ഞാനിവിടെ പറഞ്ഞത് AD 73 അവിടെയാണ് ഫൈനൽ ആമേൻ ഫൈനൽ AD 73 റിവോൾട്ട്, അതായത് യെരുശലേം മൊത്തം ഒതുങ്ങി, ആലയമെല്ലാം നശിച്ചു. എന്നിട്ടും
ഒരു ചെറിയ കൂട്ടം ആളുകൾ, സിക്കാരികൾ ഭയങ്കര തീവ്രവാദികളും ഭയങ്കര കള്ളന്മാരുമാണ്, ഭയങ്കര തീവ്രവാദികൾ, ക്രൂരന്മാരാണ്. ഈ സിക്കാരികൾ താമസിക്കുന്നത് മസാദ എന്ന് പറയുന്ന ഫോർട്ടിലാണ്. അവസാനം റോമിൽ നിന്ന് തന്നെ വേറൊരു ലീജിയനെ അയച്ചു. ആയിരക്കണക്കിന് ആളുകൾ, പട്ടാളക്കാർ മസാദ വളഞ്ഞു. മാസങ്ങൾ നീണ്ടു നിന്ന ശ്രമത്തിനൊടുവിൽ അവർക്ക് മസാദയെ കീഴടക്കാൻ പറ്റി. അതിൻ്റെ ചരിത്രം ഒത്തിരിയുണ്ട്, ഞാനത് വായിക്കുന്നില്ല. കീഴടക്കുമ്പോൾ സിക്കാരികൾ അവിടെ ശേഷിച്ചിരുന്നില്ല. കാരണം അവിടെ ആളുകൾ ഇവർ വരുന്നു പിടിച്ചടക്കുമെന്നറിഞ്ഞുകൊണ്ട് പരസ്പരം പോരിട്ട് ഇവരെല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു. ഇവരെല്ലാവരും അഗ്നിയിലിരയായിരുന്നു എന്ന് പറഞ്ഞത്, ഈ പട്ടാളം കയറി വന്ന് ഈ ഫോട്ടോ ഇതിനകത്ത് കയറുമ്പോൾ കുറച്ച് സ്ത്രീകളും പുരുഷന്മാരും ഒഴിച്ച്, കുഞ്ഞുങ്ങളും ഒഴിച്ച് ബാക്കി 960 അതിലെ ആളുകൾ തീയിൽ വെന്ത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റസ്റ്റ് ആത്മഹത്യ എന്ന് പറയുന്നു. തീ വെന്ത് കിടക്കുന്നു, എങ്ങനെയോ മരണം സംഭവിച്ചിരുന്നു. അങ്ങനെ ആ അവസാനത്തെ പിശാചിനെയും കൂടെ, അവസാനത്തെ ഈ മൃഗത്തെ കൂടെ മസാദയിൽ വെച്ച് തീയിൽ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ അതും സംഭവിച്ചത് നമ്മുടെ ഡെഡ് സീയുടെ തൊട്ടടുത്തുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള, അതായത് ഇതിൻ്റെ ഒരു സൈഡ് വലിയ ഈ മസാദയുടെ ഒരു സൈഡ് ഡെഡ് സീ ആണ്. ഡെഡ് സീയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്ലേറ്റ് വലിയ ഒരു പീഠഭൂമിയാണ്. അതിൻ്റെ മുകളിലെ 960 സിക്കാരികൾ കൊല്ലപ്പെട്ടിരുന്നു. അങ്ങനെ എന്നേക്കുമായിട്ട് ജൂയിഷിൻ്റെ റിവോൾട്ട് AD 73 അവസാനിച്ചു. ആമേൻ. ഇങ്ങനെയാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനങ്ങളെ കൊണ്ടുപോകുന്നത്. അത് കഴിയുമ്പോഴാണ് നമുക്കറിയാം ഇനി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഉമാരുടെ കാര്യപടിയൊക്കെ തീർന്നപ്പോൾ ദൈവം തൻ്റെ രാജ്യം ജാതികൾക്ക് കൊടുത്തു. പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന പുതിയ സഭ രംഗത്ത് വന്നു. ക്രിസ്തുവിൻ്റെ കാന്ത പുതുമയിൽ വന്നു. യഹൂദന്മാരുമായിട്ടും ഒരു ബന്ധവും ഇല്ലാത്ത ക്രിസ്തുവിന് മാത്രമുള്ള അവൻ്റെ സഭ രംഗത്ത് വന്നു. ആ സഭ ഇന്നും ജീവജല നദിയായി ലോകത്തിൽ ഒഴുകുന്നു. അങ്ങനെ ബൈബിൾ നദിയെ പുറപ്പെടുവിച്ച്, ജീവൻ്റെ നദിയെ പുറപ്പെടുവിച്ച് ആയിരങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ജീവവൃക്ഷത്തിൻ്റെ മരങ്ങളെ ഇരുവശങ്ങളിലും നട്ട് മാനവരാശിയുടെ ഹീലിംഗ് നദിയായി ഒഴുകുന്നു എന്നുള്ള സദ്വർത്തമാനത്തോടെ നമ്മുടെ വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നു. ബൈബിൾ അവസാനിക്കുന്നത് തീപ്പൊയ്കയിലല്ല. ബൈബിൾ അവസാനിക്കുന്നത് ജീവജല നദി പുറപ്പെടുന്ന കുഞ്ഞാടിൻ്റെ സിംഹാസനത്തെയും ജീവനെ നൽകുന്ന, സൗഖ്യം പ്രദാനം ചെയ്യുന്ന ജീവവൃക്ഷത്തിൻ്റെ ഇലകളെയും വൃക്ഷങ്ങളെയും സാക്ഷി നിർത്തി നമ്മുടെ കയ്യിലെ തിരുവെഴുത്ത് അത് മനോഹരമായിട്ട് അവസാനിപ്പിച്ചിരുന്നു. അതിനാൽ അവിടെ കൊണ്ട് തീർന്നില്ല. ഈസ് കണ്ടിന്യൂയിങ് ഫോർ എവർ and ever. Hallelujah. So preach the gospel of the life, preach the gospel of the healing. Don't worry about hell and all these things. Preach about the true gospel of the kingdom of God. രാജ്യത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. പുത്തൻ യെരൂശലേമിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആർക്കും പ്രവേശിക്കാം. പക്ഷെ പ്രവേശിക്കത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. ആർക്ക് പ്രവേശിക്കാം? ഈ ജീവജല നദിയിൽ തങ്ങളുടെ അങ്കിയെ വെളിപ്പാക്കിയവർക്ക് മാത്രമേ ഈ മഹാവെളിച്ചത്തിൽ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാവൽക്കാരില്ലാതെ, തിരിയുന്ന വാളിൻ്റെ ജ്വാലയില്ലാതെ പുത്തൻ യെരൂശലേം ഇന്ന് രാത്രിയിലും തുറന്നിട്ടിരിക്കുന്നു. ജീവജല നദിയായി നിങ്ങളും ഞാനും ലോകത്തിൽ ഈ സദ്വർത്തമാനമായി ഓടുക, ഒഴുകുക, ആയിരങ്ങൾക്ക് സൗഖ്യത്തെ കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സംതൃപ്തനാണ്. കാരണം എന്താ അറിയാമോ? സത്യസുവിശേഷത്തെ താമസിച്ചാണെങ്കിലും അറിഞ്ഞല്ലോ കർത്താവേ, ഇതറിയാതെ ഈ ഭൂമി വിട്ടുപോയിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു 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 ഉപയോഗശൂന്യനായിട്ടിരിക്കേണ്ടി വന്നേനെ. കാരണം അന്ന് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മണ്ടനാകേണ്ടി വന്നേനെ. പക്ഷേ ഈ സത്യത്തെ നിങ്ങളും ഗ്രഹിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. അതുകൊണ്ട് 21 അത് തീർന്നു. 22 പിന്നെയും ജീവജല നദിയാണ്. ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക. മരണത്തെ പേടിക്കണ്ട, പാതാളത്തെ ഭയപ്പെടണ്ട. നമ്മുടെ കർത്താവ് അതിനെ ജയിച്ചിരിക്കുകയാണ്. സർവശക്തൻ്റെ കൃപ
നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന പക്ഷം നാളെ ഞാൻ പറയാൻ പോകുന്നത് നാളെ ഞായറാഴ്ചയാണ്. നാളെ വരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അടുത്ത ഒരു ക്ലാസ്സിൽ ഞാൻ വരാൻ പോകുന്നത് മരിച്ചു പോകുന്ന ഒരാൾ, പാപത്തിൽ മരിക്കുന്ന ഒരാൾ, അവൻ്റെ പ്രാണൻ പരിശുദ്ധ തൃത്വത്തിൽ ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ തിരുസന്നിധിയിൽ ആ ആൾക്ക് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? നരകമില്ലെന്ന് പറയുന്നു, പിന്നെ എന്താ പാപിയുടെ അവസ്ഥ എന്ന് നമുക്ക് പലപ്പോഴും ചോദ്യമുണ്ട്. പല ചോദ്യമുണ്ട്. നരകമില്ല എങ്കിൽ പാപം ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന വിശുദ്ധന്മാരുമുണ്ട്. നീയൊക്കെ പോയി പാപമോ എന്തോ ചെയ്യാൻ ഞങ്ങൾ അങ്ങ് പൊക്കോ, പോയി എന്തെങ്കിലും ചെയ്തു. ഞങ്ങൾക്കാർക്കും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നരകമില്ല എന്ന് വെച്ചുകൊണ്ട് എനിക്ക് മോഷ്ടിക്കാൻ തോന്നിയിട്ടില്ല, എനിക്ക് കള്ളസാക്ഷ്യം പറയാൻ തോന്നിയിട്ടില്ല, എനിക്ക് വ്യഭിചാരം ചെയ്യാൻ തോന്നിയിട്ടില്ല, എനിക്ക് കൊലപാതകം ചെയ്യാൻ, എനിക്ക് കള്ളം പറയാൻ പോലും തോന്നിയിട്ടില്ല. നരകമില്ല എന്നതുകൊണ്ട് ഒരു പാപവും ഒരു ദൈവപൈതൻ്റെ അകത്ത് വരത്തില്ല. ദൈവപൈതൽ അവൻ സൺ ഓഫ് ഗോഡ് ആണെന്ന് റെവലേഷനിലാണ് ജീവിക്കുന്നത്. ദൈവപുത്രന്മാർ, ദൈവത്തിൻ്റെ പുത്രനായിട്ടാണ് നമ്മൾ ഓരോരുത്തർക്ക് മുമ്പിൽ നിൽക്കേണ്ടത്. നരകമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ നേർവഴി കാട്ടേണ്ട മെഷറിംഗ് റോഡ്. സ്നേഹത്തിൻ്റെ ഉറവിടമായ നമ്മുടെ ഡാഡി, നമ്മുടെ സ്നേഹത്തിൻ്റെ അപ്പൻ, നമ്മുടെ എല്ലാമായ സർവത്തിനും സർവമായ നമ്മുടെ കർത്താവാണ് എല്ലാത്തിനും കാരണക്കാരൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഇതിനകത്ത് വന്ന് നല്ല കമൻറ്റുകളിട്ട് എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. തോംസൺ പാസ്റ്റിൻ, താങ്ക് യു അച്ഛാ. ഷാജി ബെന്നി, താങ്ക് യു. മിനി റെജി, താങ്ക് യു. ബാബുച്ച, പ്രൈസ് ലോർഡ്. ടോം എഫ് ജോൺ, സിവിൻ ഷാജു, താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെൻറ്റ് ബ്രദർ, താങ്ക് യു. ബിനു ബ്രദർ, ഹോപ്പ് യു ആർ ഹാപ്പി. അവിടെല്ലാം ബിനു ബ്രദർ, അവിടെല്ലാം കൊറോണയുടെ വ്യാപനം ഉണ്ടെന്ന് അറിയുന്നുണ്ട്, സൂക്ഷിച്ചോണം കേട്ടോ. എലിസബത്ത് തോമസ്, ചെറിയ അച്ഛാ. സജിത്ത് ബ്രദറിൻ്റെ നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ സ്നേഹം അറിയണം. ചെറിയ അച്ഛൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഗ്രേസ് കമ്മ്യൂണിറ്റിയോടുള്ള സ്നേഹം അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ജോസഫൈൻ, റൺപോൾ, ബിജു റജി, അജി ബ്രദർ, അനിൽ കുമാർ, സജി ജോയ്, തോംസൺ അലക്സാണ്ടർ ചാക്കോ, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ. ജിനു മാവേലിക്കര, ജിബിൻ മനോഹരൻ, ജീച്ച, പ്രൈസ് ഗോഡ്. അബിൻ നലില, ഓക്കെ, ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാപത്തിൽ തുടരാൻ പറ്റില്ല എന്നതാണ് കർത്താവാണ് ഉറപ്പ്. യെസ്, ദാറ്റ്സ് ട്രൂ. ഓക്കെ, ലെറ്റ്സ് ലിവ് എ പെർഫെക്റ്റ് ലൈഫ്. പ്രീച്ച് ദ കിങ്ഡം ഓഫ് ഗോഡ്. റീഡ് ദ ബൈബിൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 22 വായിക്കും. 22ൻ്റെ 21ൻ്റെ ലാസ്റ്റ് ഭാഗം 22 വായിക്കും. യു വിൽ ഗെറ്റ് വാട്ട് ഈസ് ദ എൻഡ്. ദർ ഇസ് നോ എൻഡ്. അവിടെ എൻഡില്ല. കാരണം അവിടെ ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് വിശുദ്ധന്മാർ പോകുന്നു എന്നല്ല എഴുതിയേക്കുന്നത്. കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നദി പുറപ്പെട്ടു പോകുന്ന നദിക്ക് എൻഡില്ല. ഒരു ലാസ്റ്റ് വേർഡോടെ പറയാം. ഈ നദി എവിടെ പോകുന്നറിയോ? ഐ ബിലീവ് ദിസ് റിവർ ഈസ് ഗോയിങ് ടു ടച്ച് ദ ഡെഡ് സീ വൺസ് അഗൈൻ. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ന്യായവിധി നടത്തി ആയിരങ്ങൾക്ക് മരണഹേതുവായി മാറിയ ഈ ജീവജല നദി ചാവുകടലിനെ ജീവനുള്ളതാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ഇന്നലെ പാതാളവും മരണവും വരുത്തിയ മുഴുവൻ വിനയും സുവിശേഷത്തിൻ്റെ ഈ നദിയാൽ സൗഖ്യമാകും. ഐ ബിലീവ് ഈവൻ ദ ലേക്ക് ഓഫ് ഫയർ ഈസ് ഗോയിങ് ടു ബി ഹീൽഡ് ബൈ ദ റിവർ ഓഫ് ലൈഫ് in the name of Jesus. In the name of Jesus. In the name of Jesus. Hallelujah. God bless you. God bless you, Sujit brother. എല്ലാവരും പ്രാവശ്യം വന്നു ചൊല്ലുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. ഇതിനെ സംബന്ധിച്ചുള്ളതായ സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻബോക്സിൽ ഒരു മെസ്സേജ് അയക്കാം. സംശയങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ലൈവ് അതിനുവേണ്ടി മാത്രം ചെയ്യാം. നമുക്കുള്ള ചില ചോദ്യങ്ങൾക്ക് റിവർ ഓഫ് എസേക്കിയൽ, ദാറ്റ്സ് ട്രൂ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ലൈവ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ലൈവിൽ വരാം. നിങ്ങൾ സംശയം നിങ്ങളുടെ ഇതിൽ കമൻറ്റിൽ ഇട്ടാലും ഞാൻ പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാമെന്നല്ല, അറിയാമെങ്കിൽ പറഞ്ഞുതരാം. നേരത്തെ കിട്ടുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് കൃത്യമായിട്ട് അത് റെഫറൻസ് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഡയറക്റ്റ് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് നമുക്ക് പറയാൻ കഴിയാതെയും പോകും. പഠിക്കുകയാണല്ലോ, ഒരുമിച്ച് പഠിക്കുകയാണല്ലോ. താങ്ക് യു.
ദൈവം അനുഗ്രഹിക്കട്ടെ. നിഖിൽസ് താമസിച്ചു പോയി, മെസ്സേജ് ആദ്യം മുതൽ പിന്നെ കേൾക്കുക. താങ്ക് യു. മൈ ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൽ സന്തോഷിക്കാം. നാളെ ഞായറാഴ്ചയാണ്. ICFിലെ സഹോദരന്മാരോട് നമുക്ക് കൂടാൻ അവസരങ്ങളില്ല. വൈകുന്നേരം നമുക്ക് ലൈവിൽ വീണ്ടും സന്ധിക്കാം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ സ്നേഹിക്കാം. നമ്മുടെ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്.